शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो अमृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिदीर्षतां तमोऽन्धम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्याद्यं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्माय शेते यदमूषु पूरुषः। भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिनी नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ തുടർന്നൊഴുകുന്നു. 58-ാം അധ്യായത്തിലൂടെ. ദശമസ്കന്ധം 58-ാം അധ്യായം. ഭഗവാന്റെ അഷ്ടമഹിഷി വിവാഹങ്ങൾ. കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, ലക്ഷ്മണ അഥവാ സത്യ, നാഗ്നജിതി അഥവാ സത്യ, ലക്ഷ്മണ, ഈ 5 പേരുടെ വിവാഹങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ 12 ശ്ലോകങ്ങൾ നമ്മൾ രാവിലെ കണ്ടു. അതിൽ ഭഗവാൻ പാണ്ഡവന്മാരുടെ അടുത്ത് ഇന്ദ്രപ്രസ്ഥം പണി കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇന്ദ്രപ്രസ്ഥം കാണാനും അവിടെ അച്ഛൻ പെങ്ങളും മക്കളുമായിട്ട് കുറച്ച് ദിവസം ഒന്നിച്ച് താമസിക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമായിട്ട് സാത്യകി പ്രമുഖന്മാരുമായി വന്നു എന്നുള്ള ഭാഗമാണ്. അവരെ പാണ്ഡവന്മാർ സൽക്കരിച്ചതും കുന്തിദേവിയും മറ്റും കുശല പ്രശ്നം ചെയ്തതുമായിട്ടുള്ള ഭാഗങ്ങളാണ് 12 ശ്ലോകങ്ങൾ കണ്ടത്. അത് വായിച്ച് അടുത്ത ഭാഗവും വായിച്ച് നമുക്ക് തുടരാം. കാളിന്തി വിവാഹമാണ് ആദ്യത്തെ ഭാഗം. അത് കഴിഞ്ഞ് മിത്രവിന്ദ, പിന്നീട് ലക്ഷ്മണ, പിന്നീട് ഭദ്ര. ലക്ഷ്മണയുടെ അവസാനമാണ്. മിത്രവിന്ദ കഴിഞ്ഞാൽ സത്യ അഥവാ നാഗ്നജിതി, അത് കഴിഞ്ഞ് ഭദ്ര, അവസാനം ലക്ഷ്മണ. നമുക്ക് ആദ്യം കാളിന്തി വിവാഹം മുഴുവൻ വായിച്ച് നിർത്താം. മുഴുവൻ അധ്യായവും വായിക്കുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 59-തമോऽധ്യായഃ. രാജോവാച യഥാഹതോ. സോറി, പേജ് മാറിപ്പോയി. 59. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 58-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ ശ്രീമാൻ യുയുധാനാദിഭിർവൃതഃ. ദൃഷ്ട്വാ തം ആഗതം പാർത്ഥാഃ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീരാഃ പ്രാണാമുഖ്യമിവാഗതം. പരിഷ്വജ്യാച്യുതം വീരാ അംഗസംഗഹതൈന സഹ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷ്യ തസ്യ മുദം യയുഃ. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഭാൽഗുനം പരിരഭ്യാധ യമാഭ്യാം ചാഭിവന്ദിതഃ. പരമാസന ആസീനം കൃഷ്ണാ കൃഷ്ണമനിന്ദിതാ നവോഢാ വ്രീഡിതാ കിഞ്ചിത് ശനൈരേത്യാഭ്യവന്ദത. തഥൈവ സാത്യകിഃ പാർത്ഥൈഃ പൂജിതശ്ചാഭിവന്ദിതഃ. നിശസാദാസനേന്യേ ച പൂജിതാ പര്യുപാസത. പൃഥാം സമാഗത്യ കൃതാഭിവാദനഃ തയാദിഹാർദ്രാർദ്രദൃശാഭിരംഭിതഃ. ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ. തമാഹ പ്രേമ വൈക്ലഭ്യരുദ്ധകണ്ഠാശ്രുലോചന സ്മരന്തീ താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം.
തദൈവ കുശലം നോ ഭൂത് സനാദാസ്തേ കൃതാ വയം ജ്ഞാതീം നഃ സ്മരതാ കൃഷ്ണ ഭ്രാതാ മേ പ്രേഷിതസ്ത്വയാ നതേസ്തി സ്വപരഭ്രാന്തിർവിശ്വസ്യ സുഹൃദാത്മനഃ തഥാപി സ്മരതാം ശശ്വത്ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതഃ. യുധിഷ്ഠിര ഉവാച കിം ന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദർശോ യന്നോ ദൃഷ്ടഃ കുമേധസാം ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാ സോഭ്യർത്ഥിതഃ സുഖം ജനയന്നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭുഃ. ഏകദാരഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗ ചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത്പരവീരഃ തത്രാവിദ്യത്ശരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശസല്ലകാൻ താൻ നിന്യുഃ കിങ്കരാരാജ്ഞേ മേദ്യാൻ പർവണ്യുപാഗതേ ത്രിപരീതഃ പരിശ്രാന്തോ ബീഭത്സുരു യമുനാം അഗാദ് തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം താമാസാദ്യ വരാരോഹാം സുദ്വിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിതഃ സഖ്യാ ഭാൽഗുനഃ പ്രമദോത്തമാം കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തേം സർവം കഥയ ശോഭനേ. കാളിന്ദ്യുവാച അഹം ദേവസ്യ സവിദുഃ ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിത നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ നാഥ സംശ്രയഃ. കാളിന്ദീതി സമാഖ്യാതാവസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്രാ യാവദച്യുതദർശനം തദാവദദ്ഗുഡാകേശോ വാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജമുപാഗമത. യദൈവ കൃഷ്ണഃ സന്ദിഷ്ടഃ പാർത്ഥാനാം പരമദ്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഗാണ്ഡവം ദാതും അർജുനസ്യാസ സാരഥി. സോഗ്നിസ്തുഷ്ടോദനുരദാത് ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മ ചാഭേദ്യമസ്ത്രിഭിഃ മയശ്ച മോചിതോ വന്നേഃ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസി ജലസ്ഥലദൃശിഭ്രമഃ സതേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിതഃ ആയയൗ ദ്വാരകാം ഭൂയഃ സാത്യകി പ്രമുഖൈർവൃതഃ അധോപയമേ കാളിന്ദീം സുപുണ്യഋതു ഋക്ഷഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിന്ദാനുവിന്ദൗ ആവന്ദ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സക്താം ന്യഷേദദാം രാജാദിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസുഃ പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഒരു സെക്കൻഡ്.
അപ്പോൾ ഭഗവാന്റെ വിവാഹങ്ങൾ ആണ് ഇവിടുത്തെ കഥാസന്ദർഭം. രുക്മിണി സ്വയംവരം, ജാമ്പവതി പരിണയം, സത്യഭാമ വിവാഹം, ഇതെല്ലാം കഴിഞ്ഞു. ഇനിയാണ് 5 മഹിഷിമാരെ ഭഗവാൻ പരിണയിക്കുന്നത്. അതിലാദ്യത്തേതാണ് കാളിന്തി, രണ്ടാമത് മിത്രവിന്ദ, പിന്നീട് ലക്ഷ്മണ സത്യ അഥവാ നഗ്നജിതി, അത് കഴിഞ്ഞ് ഭദ്ര, ലക്ഷ്മണ. ഈ ക്രമത്തിൽ 5 വിവാഹങ്ങൾ കൂടി ഈ അധ്യായത്തിൽ പറയുന്നു. നമ്മൾ രാവിലെ കണ്ട ഭാഗം ഭഗവാൻ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് വന്നവരും പിന്നീട് രാജ്യം ഭാഗം വയ്ക്കപ്പെട്ട് അർദ്ധരാജ്യം എന്ന വ്യാജേന ദുര്യോധനാദികൾ പാണ്ഡവന്മാരെ ബുദ്ധിമുട്ടിക്കാനായിക്കൊണ്ട് ഗാണ്ഡവം എന്ന ഒരു അരണ്യം, കല്ലും മുള്ളും നിറഞ്ഞ, കുന്നും മേടും നിറഞ്ഞ ഒരു ഒന്നിനും കൊള്ളാത്ത പ്രദേശം നൽകിയിരുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനൻ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കൊടുത്ത് അഗ്നിയുടെയും മയന്റെയും എല്ലാം അനുഗ്രഹം കൊണ്ട് ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനി നിർമ്മിച്ചു. അപ്പോൾ അവിടെ ആ രാജധാനിയിലേക്കാണ് ഭഗവാൻ ചെല്ലുന്നത്. സാത്വികി പ്രമുഖന്മാരോടുകൂടി യുയുധാദിബിർ വൃത, യുയുധാനൻ സാത്വികയാണ്. അങ്ങനെ ഭഗവാനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റെതിരേറ്റു വന്നു. മുഖ്യപ്രാണൻ വരുമ്പോൾ മറ്റു പ്രാണങ്ങൾ എഴുന്നേൽക്കും പോലെ അതുപോലെ പാണ്ഡവന്മാരെല്ലാവരും ഭഗവാനെ ആലിംഗനം ചെയ്ത് അവരുടെ പാപങ്ങളെല്ലാം നശിപ്പിച്ചു. അനുരാഗത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന്റെ ആ മന്ദസ്മിത പൂർവമായ മുഖം കണ്ട് എല്ലാവരും ആനന്ദത്തെ പ്രാപിച്ചു. ഈ ഭഗവാൻ യുധിഷ്ഠിരന്റെയും ഭീമന്റെയും പാദാഭിവന്ദനം ചെയ്തു. അർജുനനെ പരിരംഭണം ചെയ്തു. നകുല സഹദേവന്മാർ ഭഗവാനെ വണങ്ങി. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ആസനത്തിൽ ഇരിക്കുന്ന ആ ഭഗവാനെ നവവധുവായ പാഞ്ചാലിയും ലജ്ജയോടുകൂടി വന്ന് അഭിവാദനം ചെയ്തു. സാത്വികിയും പാണ്ഡവന്മാരാൽ സൽക്കരിക്കപ്പെട്ടു. അതുപോലെ മറ്റുള്ളവരും ഭഗവാന്റെ കൂടെ ചെന്നവരെയൊക്കെ അവർ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് കുന്തിദേവിയെ ചെന്ന് കണ്ട് പാദാഭിവാദനം ചെയ്യുന്നു ഭഗവാൻ. ഭഗവാനെ കണ്ട് ആനന്ദവും എല്ലാം കൊണ്ടും അവളുടെ കുന്തിദേവിയുടെ കണ്ണുകൾ ആർദ്ര ദൃഷ്ടികളായി തീർന്നു. കുന്തിദേവി ഭഗവാനെ ആലിംഗനം ചെയ്തു. തൻ്റെ ബന്ധുക്കളായിട്ടുള്ള വസുദേവാദികളുടെ കുശലപ്രശ്നം ചെയ്തു. ഭഗവാൻ തിരിച്ചും എല്ലാവരുടെയും കുശലത്തെക്കുറിച്ച് ചോദിച്ചു. ആ സമയത്ത് കുന്തിദേവി വളരെ ക്ലേശിച്ചു, അല്ലെങ്കിൽ വളരെ രുദ്ധകണ്ഠയായിക്കൊണ്ട് താൻ കഷ്ടപ്പെട്ടതെല്ലാം ഓർത്തുകൊണ്ട് ഭഗവാനെ കുശലം പറഞ്ഞത്, ഞങ്ങൾ നാഥരായി തീർന്നു എന്ന് അങ്ങ് അക്രൂരനെ, എൻ്റെ സഹോദരനായ അക്രൂരനെ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്, കുശലമറിയാനായിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് അയച്ചുവോ, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുശലം ഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ സനാതന്മാരായി തീർന്നു. അങ്ങയ്ക്ക് വാസ്തവത്തിൽ സ്വകീയ പരകീയ ഭേദങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങയെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥിതി ചെയ്തുകൊണ്ട് അവരുടെ ക്ലേശങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. ഭക്തവാത്സല്യം ആണല്ലോ അങ്ങയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള ഗുണം. ഈ സമയത്ത് യുധിഷ്ഠിരനും പറഞ്ഞു, ഞങ്ങൾ എന്ത് പുണ്യം ചെയ്തുവോ ആവോ അറിയില്ല. കാരണം യോഗേശ്വരന്മാർക്ക് പോലും ദുർദർശനായിട്ടുള്ള അങ്ങിതാ ഈ കുൽസിത ബുദ്ധികളായ മന്ദബുദ്ധികളായിട്ടുള്ള ഭാഗ്യഹീനന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് ദർശനം നൽകിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് തങ്ങളുടെ ഭാഗ്യത്തെ അവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെ ഭഗവാൻ ഒരു മഴക്കാലം ഏകദേശം 4 മാസത്തോളം അവർക്കെല്ലാം ആനന്ദത്തെ നൽകിക്കൊണ്ട് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ
രാവിലെ 12 ശ്ലോകങ്ങൾ കണ്ടു നിർത്തിയത്. ഇനിയാണ് കാളിന്തി വിവാഹത്തെ സംബന്ധിച്ച കഥ പറയുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാഗായ തൂണൗ ചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഃ. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാഗായ തൂണൗ ചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീരഃ. അപ്പോ ഒരു സന്ദർഭം അവതരിപ്പിക്കുകയാണ്. ഏകദാ, ഒരിക്കൽ. ഏതു പഴയ കഥ പറയുമ്പോഴും നമ്മൾക്ക് നമ്മുടെ മനസ്സ് എപ്പോൾ, എവിടെ, കാലം, ദേശം, ഈ രണ്ടിനെ കുറിച്ച് ചിന്തിക്കും. കാലം ദേശം പറയാതെ ഒരു കഥയും പറയാൻ പറ്റില്ല, ഒരു വ്യവഹാരവും നടക്കില്ല. അപ്പോൾ ഏത് വ്യവഹാരം എപ്പോൾ എവിടെ വെച്ച് നടന്നു അത് പറയാനായിട്ട് ഒരിക്കൽ. ഏകദ, ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കാലത്തിങ്കൽ എന്നർത്ഥം. കാരണം അതുവരയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. 4 മാസം കഴിഞ്ഞു അവിടെ താമസിച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗ ച അക്ഷയ സായകൗ. വിജയ, ആരാ വിജയ? അർജുന. അർജുനൻ തന്റെ വാനരധ്വജം രഥം ആരുഹ്യ, വാനരധ്വജം രഥം, കപിധ്വജനാണ് വിജയൻ അഥവാ അർജുനൻ. ആരാവിടെ കപി അല്ലെങ്കിൽ വാനരൻ? സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്നെയാണ്. ഹനുമാൻ സ്വാമിയെ കൊടിയടയാളമായി, അതുപോലെ ധ്വജസ്തംഭത്തിന്റെ മുകളിലും പ്രതിമാരൂപത്തിലും ഹനുമാൻ സ്വാമി കുടികൊള്ളുന്നു. അപ്പോൾ അങ്ങനെയുള്ള കപിധ്വജൻ അല്ലെങ്കിൽ വാനരധ്വജൻ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ രഥം അദ്ദേഹം സഞ്ചരിക്കാറ്. അപ്പോൾ ദൂരത്തുനിന്ന് തന്നെ ആർക്കും ഇതാരുടെ രഥമാണെന്ന് കണ്ടറിയാനാണ് ഈ ധ്വജത്തിൽ ഈ ഹനുമാൻ സ്വാമിയെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒരു അനുഗ്രഹം കൂടിയാണത്, അല്ലേ? കല്യാണ സൗഗന്ധികം എന്ന കഥ എല്ലാവർക്കും അറിയാം. ഭീമൻ പാഞ്ചാലിക്ക് വേണ്ടി ഹിമാലയത്തിൽ കല്യാണ സൗഗന്ധിക പുഷ്പം തിരഞ്ഞു പോകുന്നതായിട്ടുള്ള വഴിയിൽ അനുജന്റെ അഹങ്കാരം ശമിപ്പിക്കാനും അനുജനെ ഒന്ന് പരീക്ഷിക്കാനുമൊക്കെ ആയിട്ട് ജ്യേഷ്ഠനായ വായുപുത്രൻ ഹനുമാൻ സ്വാമി വഴിയിൽ വാല് കുറുക്കെ വെച്ചുകൊണ്ട് കിടന്ന വൃദ്ധാവസ്ഥയിൽ കിടന്നതും ആ വഴിയിൽ കിടക്കുന്ന മർക്കടനായ ഈ അല്ലേ വയസ്സായ മർക്കടനെ വഴിയിൽ നിന്ന് മാറിക്കിട എന്നെല്ലാം പറയുന്ന ഭീമസേനന്റെ അഹങ്കാരവും ഇതെല്ലാം കുഞ്ചൻ നമ്പ്യാർ വളരെ രസകരമായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ട് മറക്കില്ല. അപ്പോൾ ആ സമയത്ത് ഭീമസേനന് തന്റെ ഗദയും കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ വാല് പോലും ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനെ അഹങ്കാരമെല്ലാം ശമിച്ച് തന്റെ ജ്യേഷ്ഠനെ തിരിച്ചറിയുന്നു. ആ സമയത്ത് ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ച് ഭീമസേനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാൻ, പാണ്ഡവന്മാരായ നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. മഹാഭാരത യുദ്ധം വരും. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ രഥത്തിൽ ഞാൻ സാന്നിധ്യം ചെയ്തുകൊണ്ട് അർജുനന്റെ ആ യുദ്ധ വീരം എല്ലാം എനിക്ക് കാണണം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കഥ കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ വാനരധ്വജൻ കപിധ്വജനായിട്ടുള്ള മറ്റേ വിജയൻ രഥത്തിൽ കയറിയിട്ട്, ഇപ്പോൾ ആരാണെങ്കിലും പുതിയൊരു കാറ് കിട്ടിയാൽ ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വരിക, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരിക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു തോന്നലാണ്, അല്ലേ? ആ കുറച്ച് ദിവസത്തേക്ക് ആ പുതുമയുള്ളത് വരെ
അങ്ങനെ ഒന്ന് കറങ്ങി നടക്കാനൊക്കെ തോന്നും, പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. അപ്പം അതുപോലെയാണ് ഇവിടെ അർജുനന് അഗ്നി ദേവൻ പ്രസാദിച്ച് ഗാണ്ഡവ ദഹനം കഴിഞ്ഞപ്പോൾ കൊടുത്തതാണ് ഈ വലിയ രഥം. അപ്പോൾ ആ രഥത്തിൽ കയറിയിട്ടാണ്. അതുപോലെ തന്നെ ഗാണ്ഡീവം ധനു, ഗാണ്ഡീവം എന്ന വില്ലും അഗ്നി ഭഗവാൻ തന്നെയാണ് വരുണനിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തത്. ആ ധനുസ്സും എടുത്തുകൊണ്ട് അക്ഷയ സായകൗ തൂണൗ, 2 തൂണീരങ്ങൾ, അതാണ് അക്ഷയ സായകൗ തൂണൗ എന്ന് ദ്വിവചനം പറഞ്ഞിരിക്കുന്നു. കാരണം അർജുനൻ ആരാണ്? സവ്യസാചിയാണ്. മറ്റു സാധാരണക്കാരായിട്ടുള്ള വില്ലാളി വീരന്മാർക്കൊക്കെ ഒരു ഭാഗത്ത് മതി തൂണീരം. അവർക്ക് വലത് കൈ കൊണ്ട് മാത്രം അസ്ത്രം എടുത്ത് പ്രയോഗിക്കാനേ കഴിയുള്ളൂ. അർജുനൻ അങ്ങനെയല്ല, ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ഒരേപോലെ അസ്ത്രം പ്രയോഗിക്കാൻ സമർത്ഥനായതുകൊണ്ട് 2 ഭാഗത്തും തൂണീരം. അതാണ്, അതും ക്ഷയിക്കാത്ത അസ്ത്രങ്ങളോടുകൂടിയത്. അക്ഷയപാത്രം പോലെയുള്ള തൂണീരങ്ങളാണ്. അതാണ് അക്ഷയ സായകൗ തൂണോ, സായകങ്ങൾ ക്ഷയിക്കാത്ത, അസ്ത്രങ്ങൾ ഒടുങ്ങാത്ത അവനാഴിയും ഗാണ്ഡീവം എന്ന വിശിഷ്ടമായിട്ടുള്ള വില്ലും ധരിച്ചുകൊണ്ട് ധനുരാധായ കൃഷ്ണേന സാകം, കൃഷ്ണനോടുകൂടെ. അപ്പോൾ കൃഷ്ണൻ അന്ന് തൊട്ട് സാരഥ്യം ഏറ്റെടുക്കുകയാണ്. കൃഷ്ണൻ തന്നെ സാരഥിയായിക്കൊണ്ട് സന്നദ്ധ സമ്യക് നദ്ദ. എന്താ നദ്ദൻ എന്ന് പറഞ്ഞാൽ പടച്ചട്ട അണിഞ്ഞവൻ, കച്ച കെട്ടിയവൻ, വില്ലും ഞാൻ വലിച്ച് മുറുക്കിയവൻ എന്നൊക്കെ അർത്ഥമാണ്. ഈ പടയ്ക്ക് ഒരുങ്ങലാണ് ഈ സന്നദ്ധത. അരയും തലയും മുറുക്കി കെട്ടി പടച്ചട്ട മുറുക്കി അണിഞ്ഞ് വില്ല് ഞാൻ വലിച്ച് അല്ലേ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ, എല്ലാം തികഞ്ഞാൽ സന്നദ്ധനായ, സന്നദ്ധൻ എന്ന് പറയുന്നത് മുഖ്യമായിട്ടും പടച്ചട്ട അണിഞ്ഞവനാണ്. അപ്പം എല്ലാം തയ്യാറായിട്ട് അദ്ദേഹം വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത് പരവീര. കൃഷ്ണനോടുകൂടെ വിഹരിക്കാനായിക്കൊണ്ട്, വിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മൃഗയാ വിനോദത്തിനായിക്കൊണ്ട്, നായാട്ടിനായിക്കൊണ്ട് ബഹുവ്യാളമൃഗാകീർണം, ധാരാളം വ്യാളങ്ങൾ, വ്യാളങ്ങൾ എന്നാൽ സർപ്പങ്ങളാണ്, സർപ്പങ്ങളും മൃഗങ്ങളും ആകീർണമായ നിറഞ്ഞതായിട്ടുള്ള വിപിനം വനം. വിപിനം എന്നുള്ളത് ഘോരം എന്നുള്ള അർത്ഥത്തിൽ വനം കാട്. അപ്പൊ ഘോരമായ കാട്ടിലേക്ക് പ്രാവിശത് പ്രവേശിച്ചു. നായാട്ടിനായിക്കൊണ്ട് അർജുനൻ തയ്യാറായിക്കൊണ്ട് കൃഷ്ണനോടുകൂടെ തന്റെ രഥത്തിൽ ഗാണ്ഡീവവും അക്ഷയ സായകങ്ങളായ 2 തുണീരവുമെല്ലാമായി പുറപ്പെട്ടു. തത്ര വിദ്യത്സരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഗഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ താൻ നിന്യുക്കിങ്കരാരാജ്ഞേ മേഭ്യാൻ പർവണ്യുപാഗതേ ത്രിപരീതഃ പരിശ്രാന്തോ ബീഭത്സുർയമുനാം അഗാദ്. തത്ര വിദ്യത്സരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഗഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. അങ്ങനെ തത്ര, തത്ര എന്ന് പറഞ്ഞാൽ തത്ര വനേ വിപിനേ എന്നൊക്കെ അർത്ഥം. വിപിനേ വനെ, ആ ഘോരമായ കാട്ടിൽ, ശരൈഹി തന്റെ ബാണങ്ങളെ കൊണ്ട്, വ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഗഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ അവിദ്യത്, അവിദ്യത് വേദിച്ചു, മുറിവേൽപ്പിച്ചു, ഹനിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോ വിവിധ വന്യമൃഗങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്. വ്യാഘ്രാൻ, വ്യാഘ്രങ്ങൾ, പുള്ളിപ്പുലികൾ. അപ്പൊ പുള്ളിപ്പുലികൾ. സൂകരാൻ, സൂകരങ്ങൾ, കാട്ടുപന്നികൾ, കാട്ടുപന്നികളെ. മഹിഷാൻ, മഹിഷങ്ങൾ, കാട്ടുപോത്തുകൾ. രുരൂൻ, രുരു എന്ന് പറയുന്നതായിട്ടൊരു മാനുകളാണ്, രുരുക്കൾ എന്ന മാനുകളെയും. ശരഭാൻ, ശരഭങ്ങൾ എന്ന് പറയുന്നതും ഒരു എന്താ പറയുക വലിയ ശരീര വലിപ്പമുള്ളതായിട്ടുള്ള മാനിന്റെ വർഗത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു മൃഗമാണ്.
ഭഗവാൻ മഹാദേവൻ ഈ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് കഥയുണ്ട്. ശരഭേശ്വരൻ എന്ന പേരിൽ ഒരു വലിയ മാനിൻ്റെ ആകൃതിയിലാണ്, പുള്ളിമാനല്ല, നല്ലൊരു കറുത്തതായിട്ടുള്ള വലിയ മാനിൻ്റെ ആകൃതിയിലുള്ള കൊമ്പുകളോട് കൂടിയതായിട്ടുള്ള ഒരു മൃഗമാണ് ശരഭ. ആ ശരഭ രൂപത്തിലും ഗവയാൻ, ഗവയങ്ങൾ എന്ന് പറഞ്ഞാലും പശുക്കളെ പോലെ തോന്നുന്നതായിട്ടുള്ള മാനുകളാണ് ഗവയങ്ങൾ. ഗഡ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരം വ്യാളങ്ങൾ എന്നൊക്കെ പറയുന്ന പുലിയുടെ വർഗത്തിൽപ്പെട്ടതായിട്ടുള്ള മൃഗങ്ങളാണ്. അതുപോലെ ഹരിണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ പുള്ളിമാനുകളാണ് ഹരിണാൻ. ശല്ലകാൻ, ശശങ്ങൾ, മുയലുകൾ, ശല്ലകങ്ങൾ, മുള്ളൻ പന്നികൾ, അവയെല്ലാം ഭേദിച്ചു എന്നർത്ഥം. അപ്പോൾ വിവിധങ്ങളായ കാട്ടുമൃഗങ്ങളെ അർജുനൻ നായാട്ട് വേട്ടയാടി, പള്ളിവേട്ട അല്ലേ, ഭഗവാനോട് കൂടി ചേർന്ന്. അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ കാട്ടിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങിയാൽ നാട്ടിൽ കൃഷിയും മറ്റുമൊക്കെ നശിപ്പിക്കും. അതുകൊണ്ട് പന്നികളാണെങ്കിലും അല്ലേ, മാനുകളാണെങ്കിലും എല്ലാം തന്നെ, മുള്ളം പന്നികളാണെങ്കിലും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ നാട്ടിലുള്ള മനുഷ്യർക്ക് ജീവിതം ദുസ്സഹമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരു ബാലൻസ് ചെയ്യലും കൂടിയാണത്. അതിന് ക്ഷത്രിയന്മാർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. മറ്റ് മനുഷ്യരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ, സുഗമമാക്കാൻ ക്ഷത്രിയന്മാർക്ക് യുദ്ധമില്ലാത്ത കാലത്ത് അവരുടെ കൈത്തരിപ്പ് മാറ്റാനായിക്കൊണ്ടും വന്യമൃഗങ്ങളെ വേട്ടയാടാം. പ്രത്യേകിച്ച് ക്രൂരമൃഗങ്ങളെയാണ് അവർ വേട്ടയാടേണ്ടത്. കൂട്ടത്തിൽ ഈ എണ്ണത്തിലധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കാനായിക്കൊണ്ടും വേട്ടയാടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ മൃഗങ്ങളെ വേട്ടയാടി വധിച്ചു, അവിദ്യത ഭേദിച്ചു. എന്നിട്ട് താൻ നിന്യു കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീതഃ പരിശ്രാന്തോ ബീഭത്സുർയമുനാമഗാത്. ഉപാഗതേ പർവണി മേധ്യാൻ താൻ രാജ്ഞേ കിങ്കരാഹ നിന്യുഹു. രാജ്ഞേ എന്ന് പറഞ്ഞാൽ രാജാവിനോട് ആയിക്കൊണ്ട്, രാജാവാരാണ് യുധിഷ്ഠിരൻ. അപ്പൊ യുധിഷ്ഠിര രാജാവിനായിക്കൊണ്ട് കിങ്കരാഹ നിന്യുഹു, കൂടെ വന്നിട്ടുള്ള കിങ്കരന്മാർ അതിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി സമർപ്പിക്കും. അവർ വണ്ടികളിലൊക്കെ വന്നിട്ടുണ്ടാവും കിങ്കരന്മാർ. അവരാണിതെല്ലാം കളക്ട് ചെയ്യുന്നത്. ഇവർ അർജുനൻ അമ്പെയ്തിടുന്നതായിട്ടുള്ള മൃഗങ്ങളെയെല്ലാം, അതിൽ എന്തിനുള്ള മൃഗങ്ങളെ? പർവണി ഉപാഗതേ. പർവം എന്ന് പറഞ്ഞാൽ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അമാവാസി മുതലായിട്ടുള്ള ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങളിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യണം, ശ്രാദ്ധാദികൾ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളാണ്. അതിനാണ് പർവം എന്ന് പറയുന്നത്. അമാവാസി, പൗർണമി, അഷ്ടമി, ത്രയോദശി, ഇതിനൊക്കെ പർവം എന്ന് പറയാറുണ്ട്. വിശേഷ സന്ദർഭങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സമയങ്ങൾ. അപ്പോൾ ആ പർവങ്ങൾ അടുത്തു വന്നിരിക്കുന്നു, ഉപാഗതമായിരിക്കുന്നു. ആ സമയത്ത് മേധ്യാൻ എന്ന് പറഞ്ഞാൽ മേധം എന്ന് പറഞ്ഞാൽ പൂജ സമർപ്പിക്കുക, ഈശ്വരന് അർപ്പിക്കുക, അല്ലെങ്കിൽ പിതൃക്കൾക്ക് ബലി നൽകുക, അതുപോലെയുള്ള ദേവന്മാർക്ക് ബലി നൽകുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പരിശുദ്ധം എന്നും അർത്ഥം. മേധത്തിന് യോഗ്യമായത് മേധ്യം. അപ്പം അങ്ങനെയുള്ള യോഗ്യങ്ങളായിരിക്കുന്ന താൻ രാജ്ഞേ കിങ്കരാഹ നിന്യുഹു, രാജാവായ യുധിഷ്ഠിരന് കിങ്കരന്മാർ കൊണ്ടുപോയി കൊടുത്തു. ബീഭത്സുഹു തൃപ്പരീതഃ പരിശ്രാന്തഃ യമുനാം അഗാത്. ഇവിടെ ബീഭത്സു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായി വേട്ടയാടിയവൻ എന്നുള്ള അർത്ഥത്തിൽ. ബിഭത്സ എന്ന് പറഞ്ഞാൽ ജുഗുപ്സ, ക്രൂരത, അറപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബീഭത്സു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്രൂരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ അർജുനൻ. അങ്ങനെ ഇത്രയും വലിയ മൃഗങ്ങളുടെയൊക്കെ പുറകെ പാഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ക്രൗര്യം വർദ്ധിക്കും.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എനർജി മുഴുവൻ ചോർന്നു പോകും അല്ലെ. ഇത്രയും ശക്തമായിട്ട് മൃഗങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ക്ഷീണവും ദാഹവും വർദ്ധിക്കും, വിശപ്പും ദാഹവും ഒക്കെ വർദ്ധിക്കും. അങ്ങനെ ബീഭത്സുവായ അദ്ദേഹം തൃട്പരീത, തൃട്ട് എന്ന് പറഞ്ഞാൽ തൃഷ്ണ, ദാഹം കൊണ്ട് പരീതനായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ശരീരം മുഴുവൻ ദാഹം വ്യാപിച്ചിരിക്കുന്നു, തളർന്നിരിക്കുന്നു എന്നർത്ഥം. പരിശ്രാന്ത, നല്ലതുപോലെ ശ്രമം ബാധിച്ചവനായിട്ട്, ശരീരം തളർന്നവനായിട്ട് യമുനാം അഗാത്, ആ യമുനാ നദിയിലേക്ക് കൃഷ്ണനെ നയിച്ചുകൊണ്ട് വെള്ളം കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ ആയിട്ട് യമുനാ തീരത്തേക്ക് വന്നു, യമുനാ തീരത്തേക്ക് ഗമിച്ചു എന്നാണ്. അപ്പോൾ നായാട്ട് കഴിഞ്ഞു, ഒന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകാനും ശുദ്ധമാക്കാനും എന്താ പറയുക ക്ഷീണം മാറ്റാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടാണ് യമുനാ തീരത്തേക്ക് അദ്ദേഹം വന്നത്. എന്നിട്ടോ തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം. തത്ര ഉപസ്പൃശ്യ, തത്ര യമുനായാം, ആ യമുനാ നദിയിൽ ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ ഉപസ്പൃശ്യ, വെള്ളത്തെ സ്പർശിച്ചിട്ട്. ഇവിടെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ കാലും മുഖവും കഴുകുക, വെള്ളം കുടിക്കുക, ആചമനാദികൾ ചെയ്യുക, ഇതൊക്കെ ഉപസ്പർശനമാണ്. അപ്പോൾ വെള്ളത്തിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് എന്നർത്ഥം, എല്ലാ അർത്ഥത്തിലും. എന്താ ചെയ്തത്? വിശദം വാരി പീത്വ. വിശദം എന്ന് പറഞ്ഞാൽ ശുദ്ധമായത് എന്നർത്ഥം, നിർമ്മലമായത്. അന്ന് യമുന നിർമ്മലമായിരുന്നു അല്ലേ. അന്ന് എന്താ പറയുക, ജനങ്ങള് നല്ലവരായിരുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നവരായിരുന്നു, നദികളെ മലിനപ്പെടുത്തുന്ന ജാതികളൊന്നും വന്നിട്ടില്ലായിരുന്നു അല്ലേ. ഭാരതം അന്ന് ആ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് സംസ്കാരങ്ങൾ വന്നതോടുകൂടിയിട്ടാണ് ഈ ഭാരതത്തിലെ നദികളൊക്കെ ഇത്രയും വൃത്തികേടായത്. ഇപ്പോൾ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിന്ദു ജനങ്ങൾ തന്നെയാണെങ്കിലും അത് വിവരമില്ലാതായത് ഇവരുമായിട്ടുള്ള സഹവാസം, ആ സംസ്കാരം, അങ്ങനെയുള്ള വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും ആ സ്വഭാവം വന്നു ചേർന്നു. അല്ലെങ്കിൽ പ്രകൃതിയെ ആരാധിക്കുന്നതായിട്ടുള്ള, സ്നേഹിക്കുന്നവരായിട്ടുള്ള ആളുകളായിരുന്നു. ഈ ഭാരതം മുഴുവൻ എവിടെ പോയാലും ചപ്പും ചവറും കുപ്പകളും നിറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുക. ഇവിടുത്തെ സംസ്കാരം അല്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിച്ചു വന്ന് അതും നിറഞ്ഞു. അതാണ് ഏറ്റവും അധികം ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലായിടത്തും കൂടിക്കിടക്കുന്നത്. അപ്പം അതൊക്കെ വന്ന അഴുക്കുകളാണ്. അല്ലാതെ നമ്മുടെ പൂർവികരെല്ലാം പ്രകൃതിയിൽ നിന്നുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അഥവാ ഉപേക്ഷിച്ചാൽ പോലും, വേസ്റ്റായാൽ പോലും അത് ജീർണിച്ചു പോകും, പ്രകൃതിയിൽ ചേർന്ന് പോകും. പക്ഷെ ഈ വിദേശ സംസ്കാരം വന്നിട്ടാണ് ഭാരതം മുഴുവൻ കുപ്പത്തൊട്ടിയായി മാറിയത്. അത് മാറ്റിയെടുക്കേണ്ടത് ഭാരത സംസ്കാരം ഉൾക്കൊള്ളുന്നവരായിട്ടുള്ള ആളുകളാണ്. അതിനെന്ത് വേണം? ഭാരത സംസ്കാരം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ, പഠിക്കാൻ ശ്രദ്ധയുണ്ടാവണം. അപ്പോഴേ നമ്മുടെ രാജ്യം ശുദ്ധമാവുകയുള്ളൂ. ആ രാജ്യത്തിനെക്കുറിച്ച് അഭിമാനമുണ്ടാകണം. അതിൻ്റെ സംസ്കാരത്തിൽ, അതിൻ്റെ പൈതൃകത്തിൽ ഒക്കെ നല്ലൊരു വിശ്വാസവും ശ്രദ്ധയും അഭിമാനവുമുള്ള സമൂഹമായി മാറണം. അതിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരുടെ ഉള്ളിൽ നിന്നും ഈ ദേശസ്നേഹം പോയി മറഞ്ഞത്. ദേശസ്നേഹം പോകണം, ഈ സംസ്കാരം നശിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ഉദ്ദേശിച്ച മിഷൻ ഇവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസമൊക്കെ ഇവിടെ വന്നത്. അപ്പം എന്തായാലും നമുക്ക് കഥയിലേക്ക് വരാം. വിശദം വാരി, വാരിയെ വിശേഷിപ്പിച്ചതാണ് വിശദം. നിർമ്മലമായ, ഫിൽറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത
നല്ല ജലത്തെ പീത്വ, അങ്ങനെ കുടിച്ച് ക്ഷീണം മാറി അവരിങ്ങനെ തിരിഞ്ഞ് കരയിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ചാരുദർശനാം ചരന്തീം കന്യാം ദദൃശതുഹു, രണ്ടുപേരും മഹാരഥൗ എന്ന് രണ്ടുപേരെയും പറഞ്ഞു. രണ്ട് കൃഷ്ണന്മാർ കൃഷ്ണൗ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൗ എന്ന് പറഞ്ഞാലോ ദ്വൗ കൃഷ്ണൗ, ഒന്ന് വസുദേവസുതനായ കൃഷ്ണൻ, മറ്റൊന്ന് കുന്തിസുതനായ കൃഷ്ണൻ. പാർത്ഥനും അർജുനനും കൃഷ്ണൻ എന്ന പേരുണ്ട്. നമ്മൾ ഭാഗവതം ആരംഭിക്കുമ്പോൾ 4 കൃഷ്ണന്മാരെ വണങ്ങിക്കൊണ്ടാണ് അല്ലേ, കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ, ഒരു ശ്ലോകം ഉണ്ടല്ലോ, കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം എന്നൊരു ശ്ലോകമുണ്ട്. അപ്പം അതിൽ 4 കൃഷ്ണന്മാരുണ്ട്. അതിൽ പ്രദാസുതനായ കൃഷ്ണൻ, അതുപോലെ വസുദേവസുതനായ കൃഷ്ണൻ, പരാശരപുത്രനായ വ്യാസൻ എന്ന കൃഷ്ണൻ, സാക്ഷാൽ നാരായണൻ ആയിട്ടുള്ള കൃഷ്ണൻ. ഇപ്പം എന്തായാലും കൃഷ്ണൗ മഹാരഥൗ കൃഷ്ണൗ, രണ്ടുപേരും ദദൃശതുഹു, രണ്ടുപേരും ദർശിച്ചു. ആരെ കണ്ടു? ചാരുദർശനാം ചരന്തീം കന്യ. ചാരുദർശന എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയോടുകൂടിയവൾ, കാണേണ്ടവളാണ്, സുന്ദരിയാണ് എന്നർത്ഥം. ആ സുന്ദരിയായ സഞ്ചരിക്കുന്നവളായ, ആ യമുനാ തീരത്ത് സഞ്ചരിക്കുന്നവളായ കന്യാം, ഒരു കന്യയെ കണ്ടു. കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ അർജുനനെ അവളുടെ അടുത്തേക്ക് അയക്കുകയാണ്, നീ ആരാണെന്നൊക്കെ ചോദിക്കാം. താമാസാദ്യ വരാരോഹാം സുദ്വിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിത സഖ്യ ബാൽഗുനഃ പ്രമദോത്തമാം. താമാസാദ്യ വരാരോഹാം സുദ്വിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിത സഖ്യ ബാൽഗുനഃ പ്രമദോത്തമാം. താം ആസാദ്യ, താം അവളെ, ആസാദ്യ സമീപിച്ചിട്ട് എന്നർത്ഥം. എങ്ങനെയുള്ളവളെ? വരാരോഹാം, ആരോഹങ്ങൾ വരങ്ങളായവൾ, അവളാണ് വരാരോഹ. എന്താ ആരോഹങ്ങൾ? ശരീരത്തിലെ ഉയർന്നു നിൽക്കുന്ന മുളച്ചിരിക്കുന്ന അവയവങ്ങൾ എന്നാണ് ആരോഹ ശബ്ദം. ഇവിടെ സ്ഥലങ്ങൾ എന്നർത്ഥം. അപ്പൊ നല്ല മനോഹരമായ സ്ഥലങ്ങളോട് കൂടിയവളും, സുദ്വിജാം, സുദ്വിജ എന്ന് പറഞ്ഞാൽ നല്ല പല്ലുകളോട് കൂടിയവൾ. ദ്വിജം എന്നാൽ പല്ലാണ്. സുദ്വിജാം നല്ല പല്ലുള്ളവളും, രുചിരാനനാം, രുചിരം മനോഹരം, അപ്പൊ മനോഹരമായ മുഖ കാന്തിയോട് കൂടിയവളും ആയിട്ടുള്ള പ്രമദോത്തമാം. പ്രമദോത്തമ എന്ന് പറഞ്ഞാൽ സുന്ദരി, സ്ത്രീരത്നം എന്നൊക്കെ അർത്ഥം. ആ സുന്ദരിയോട് സഖ്യാ പ്രേഷിത ഫാൽഗുനഃ. സഖ്യ എന്ന് പറഞ്ഞാലോ സഖാവിനാൽ, സഖാവാര കൃഷ്ണൻ, സഖാവ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനാകുന്ന സഖാവിനാൽ പ്രേഷിത, അയക്കപ്പെട്ടവനായിട്ടുള്ള ഫാൽഗുനഃ അർജുന. പപ്രച്ഛ എന്നാണ്. പപ്രച്ഛ പ്രശ്നം കൃതവാൻ, പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. ആരോട്? ഈ സുന്ദരിയോട്, പ്രമദോത്തമയായ അവളോട് ചെന്ന് ചോദിക്കുകയാണ്. അർജുനനാണ് ചോദ്യകർത്താവ്. അതിന് പ്രേരിപ്പിച്ചത് ഭഗവാനാണ്, കൃഷ്ണനാണ്. അപ്പോ എന്താണ് ചോദിക്കുന്നത്? കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. അപ്പോ അർജുനൻ ചെന്ന് വിളിക്കുന്നത് തന്നെ നല്ല പേര്, സുന്ദരി എന്നുള്ള അർത്ഥത്തില് ശുശ്രോണി. ശ്രോണി എന്നാൽ അരക്കെട്ടാണ്. അപ്പൊ ശുശ്രോണി നല്ല അരക്കെട്ടുള്ളവൾ. അപ്പൊ ഇവിടെ കാളിന്തിയെ വർണ്ണിക്കാനിപ്പോ എത്ര പദങ്ങൾ പ്രയോഗിച്ചു? വരാരോഹ, സുദ്വിജ, രുചിരാനന, പ്രമദോത്തമ, ശുശ്രോണി. ഹേ സുന്ദരി, അല്ലയോ നല്ല അരക്കെട്ടുള്ളവളെ, ത്വം കാ, നീ ആരാണ്? നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയൂ. ത്വം കാ കസ്യാസി,
ആരുടെ മകളാണ് നീ? കസ്യ എന്നുള്ളത് നിന്റെ ഉത്ഭവസ്ഥാനം, നിന്റെ എന്താ പറയുക ജനയിതാവ് ആരാണ്? കസ്യാസി കുതഹാസി, നീ എവിടുന്ന് വരുന്നവളാകുന്നു? കിം ചികീർഷസി, നീ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എന്താ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്നർത്ഥം. ചികീർഷ എന്ന് പറഞ്ഞാൽ കർത്തുമിച്ഛ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ത്വാം പതിമിച്ഛന്തീം മന്യേ, നിന്നെ കാണുമ്പോൾ നീ ഒരു പതിയെ ഇച്ഛിക്കുന്നവളാണെന്ന് ഞാൻ കരുതുന്നു. എന്താ വെച്ചാൽ നിന്നെ കാണുമ്പോൾ ഒരു കന്യകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, വിവാഹിതയായിട്ട് തോന്നുന്നില്ല ലക്ഷണങ്ങൾ വെച്ച്, അല്ലേ? ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് പലരെയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാനൊന്നും പറ്റില്ല, തെറ്റിദ്ധരിപ്പിക്കാം, അല്ലേ? എങ്കിലും ലക്ഷണങ്ങൾ, ചിഹ്നങ്ങൾ, ശരീരത്തിൽ അണിയുന്നതായിട്ടുള്ള ആഭരണാദികള്, വേഷാദികള്, തിലകാദികള്, തലമുടി, ഇതൊക്കെ കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ ആ സൂചനകളൊന്നും ഇല്ലെങ്കിൽ കന്യകയാണ് എന്നർത്ഥം. പിന്നെ ശരീരത്തിന്റെ ആ ഒരു സൗകുമാര്യം, അല്ലെ, ആ യൗവനം, ഇതൊക്കെ കണ്ടിട്ട് കന്യകയാണ് എന്ന് ചിന്തിക്കുകയാണ്. നീ ഭർത്താവിനെ ഇച്ഛിക്കുന്നവളാണോ? മന്യേ ത്വാം പതിം ഇച്ഛന്തീം, പതിയെ ഇച്ഛിക്കുന്നവളാണെന്ന് അഹം മന്യേ, ഞാൻ കരുതുന്നു. സർവം കഥയ ശോഭനേ, പിന്നൊരു പേരും കൂടെ ദേവിക്ക്, ശോഭനേ, അല്ലയോ സുന്ദരി എന്ന് തന്നെ, നന്നായി ശോഭിക്കുന്നവളെ എന്നർത്ഥം, നല്ല പോലെ കാന്തിയുള്ളവളെ. സർവം കഥയ, എല്ലാം പറയൂ. ഞാനിപ്പോ ഒരു ചോദ്യാവലി തന്നെ നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. കാത്വം കസ്യാസി കുതോസി കിം ചികീർഷസി. പിന്നെ പരോക്ഷമായി പറഞ്ഞു, നീ ഭർത്താവിനെ ഇച്ഛിക്കുന്നവളാണോ എന്ന മട്ടിലാണ് മന്യേത്വാം പതിമിച്ഛന്തീം. അപ്പൊ 5 കാര്യങ്ങള് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം പറഞ്ഞാലും സർവം കഥയ ശോഭനെ, എല്ലാറ്റിനും ഉത്തരം പറഞ്ഞു തരൂ സുന്ദരി എന്ന് നല്ല രീതിയിൽ അർജുനൻ ചെന്ന് ചോദിച്ചു. അപ്പൊ അർജുനന്റെ ഉള്ളില് ഈ സുന്ദരിയെ കണ്ടപ്പോൾ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ നീ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, നീ ഭർത്താവിനെ അന്വേഷിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നരോത്തമന്മാരിൽ ഞാനാണ് കേമൻ, അല്ലേ? അർജുനനെ പോലെ എല്ലാ യോഗ്യതകളും തികഞ്ഞ പുരുഷോത്തമന്മാർ, നരോത്തമന്മാർ അർജുനനെ സംബന്ധിച്ചില്ല. കൃഷ്ണന്റെ മഹിമ അർജുനൻ അത്രയും അങ്ങോട്ട് കണക്കാക്കിയിട്ടില്ല. കൃഷ്ണൻ ആരെന്ന് വേണ്ട പോലെ അറിവ് അർജുനൻ അപ്പം ഇല്ല. നമുക്കറിയാലോ, ഗീതയിൽ പോലും അർജുനൻ ഉണ്ടായിട്ടില്ല. വിശ്വരൂപം കണ്ടതിന് ശേഷമാണ് കുറെയെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും താൻ തന്നെയാണ് കേമൻ എന്ന് വിചാരിച്ചിരിക്കുന്നവനാണ് അർജുനൻ. അപ്പോൾ നീ ഭർത്താവിനെ ഇച്ഛിക്കുന്നുവെങ്കിൽ ഞാനുണ്ടല്ലോ തയ്യാറായിട്ട് എന്ന മട്ടിലാണ് അദ്ദേഹം അവിടെ സ്വയം അവതരിപ്പിച്ചത് എന്നർത്ഥം. അപ്പോൾ അതിന് മറുപടി കാളിന്തി പറയണം. അവൾ കാളിന്തിയാണെന്നുള്ളത് പറയണം. കാളിന്ത്യുവാച അഹം ദേവസ്യ സവിദുഃ ദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിതാ. കാളിന്ത്യുവാച അഹം ദേവസ്യ സവിദുഃ ദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിതാ. അപ്പൊ ഇവിടെ താൻ ആരാണെന്നും എന്തു ചെയ്യുകയാണെന്നും ഒക്കെ വെളിവാക്കുന്നു. കാളിന്തി ഉവാച എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നതാണ്. കാളിന്തി പറയുന്നു, അഹം ദേവസ്യ സവിദുഃ ദുഹിത, ഞാൻ സവിദുഃ ദേവസ്യ, സവിതാവാകുന്ന ദേവന്റെ ദുഹിത മകളാകുന്നു. അപ്പൊ ഞാൻ സവിതാവാരാണ്? സൂര്യദേവൻ. അപ്പൊ സൂര്യദേവന്റെ ദുഹിതയാണ്. ദുഹിത എന്ന് പറഞ്ഞാൽ ദുഹിത്രി എന്നൊക്കെ പറഞ്ഞാൽ മകൾ എന്നർത്ഥം. ഞാൻ മകളാണ്. പതിമിച്ഛതി, പതിയെ ഇച്ഛിക്കുന്നവൾ തന്നെയാണ്. ഞാൻ കന്യകയാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. വിഷ്ണും വരേണ്യം വരദം തപഃ
പരമമാസ്ഥിത. അപ്പോ ആരെയാണ് പതിമിച്ചതി? വരേണ്യം വരദം വിഷ്ണു വ്യക്തമാക്കി, വേറൊരാളെ അല്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ തുറന്നു പറയുന്നുണ്ട്. വരേണ്യം, എല്ലാവരാലും വരിക്കപ്പെടേണ്ടവനായ ശ്രേഷ്ഠനായ വരദം. വരേണ്യനായാൽ മാത്രം പോരാ, യോഗ്യത ഉണ്ടായാൽ മാത്രം പോരാ, തന്നെ ആശ്രയിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന വരത്തെ കൊടുക്കുന്ന കരുണാമൂർത്തിയും ആകണം. അതാണ് വിഷ്ണുവിനെ കുറിച്ച് വരദം എന്നും കൂടി പറഞ്ഞു. അദ്ദേഹത്തെ വരിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യത എന്നാണെങ്കിൽ, എനിക്ക് യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, അദ്ദേഹം വരദനാണ്. നമ്മുടെ യോഗ്യതയൊന്നും പ്രശ്നമല്ല. നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല, തന്നെ ഭജിക്കുന്നവരെ ഭഗവാൻ തിരിച്ചും ഭജിക്കും. യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ആരെന്നെ എന്തിന് എങ്ങനെ ഭജിക്കുന്നുവോ അവരെ ഞാൻ അപ്രകാരം തന്നെ സ്വീകരിക്കുന്നു, അവരെ ഞാനും സേവിക്കുന്നു. ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്, വാഗ്ദാനമാണ്. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ എന്തെങ്കിലും യോഗ്യത വേണമെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അഭിജേത് സുദുരാചാരോ പാപേഭ്യ പാപകൃത്തമഃ. പാപികളിൽ വെച്ച്, പാപകൃത്തുക്കളിൽ വെച്ച് തമനായിക്കോട്ടെ. സുദുരാചാരഃ അഭിജേത്, ഏറ്റവും വലിയ ദുരാചാരനായിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്. ഭഗവാൻ വാക്ക് തന്നിട്ടുണ്ട്, എത്ര പാപിയാണെങ്കിലും ഭഗവാന്റെ നേരെ തിരിഞ്ഞ്, ഭഗവാനെ ഞാൻ അങ്ങയുടേതാകുന്നു, അങ്ങെന്നെ ഏറ്റെടുക്കണം, അങ്ങെന്നെ രക്ഷിക്കണം എന്ന് ആര് ചെന്ന് ശരണം പ്രാപിച്ചാലും ഭഗവാൻ സ്വീകരിക്കും. കരുണാമൂർത്തിയാണ്. അതുകൊണ്ട് വരദം എന്ന്, വരദനാണവൻ, വരം ദാനം ചെയ്യുന്നവനാണ്, എല്ലാവരാലും വരിക്കത്തക്ക ആളുമാണ്. അതുകൊണ്ട് വരേണ്യം. വേറെ ആരും അതുപോലെ വരേണ്യന്മാരല്ല. മറ്റുള്ളവരെയൊക്കെ ഭജിച്ചാൽ ദുഃഖമേ ഉണ്ടാവുള്ളൂ. വേറെ ആരെ ഭർത്താവായിട്ട് കിട്ടിയാലും സംസാരം തന്നെയാണ്. ഭഗവാനെ ഭർത്താവായി കിട്ടിയാൽ മാത്രമാണ് സംസാരത്തിൽ നിന്നുള്ള രക്ഷ. അതുകൊണ്ട് എല്ലാ ജീവന്മാരും വരിക്കേണ്ടത് വരേണ്യനായിരിക്കുന്ന ഭഗവാനെയാണ്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു തരുന്നുണ്ട്, ഈ ലോകത്തില് എല്ലാവരും അനിത്യന്മാരാണ്, സുഖം തരാൻ കഴിവില്ലാത്തവരാണ്, എല്ലാവരും സുഖാർത്ഥികളാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സുഖം പ്രതീക്ഷിച്ചിട്ടാണ് ഓരോ പുരുഷനും ഓരോ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ പിച്ചക്കാരനാണ്, അർത്ഥിയാണ്. അവന് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? അവനും അർത്ഥിയാണ്, നിങ്ങളും അർത്ഥിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥികളാവുക. പുരുഷനും സ്ത്രീയും പരസ്പരം സുഖം അർത്ഥിക്കുന്നവരായി രണ്ട് പിച്ചക്കാര് തമ്മിൽ ചേരുക. അങ്ങനെ ആവരുത്. രണ്ടുപേരും നിറകുടങ്ങളാവണം. രണ്ടുപേർക്കും സ്വയം എന്താ പറയുക, അറിവ് കൊണ്ടുള്ള നിറവ് ഉണ്ടാകണം. അപ്പോഴേ അങ്ങോട്ട് സുഖം കൊടുക്കാൻ ഉള്ള കഴിവുണ്ടാവുള്ളൂ, അതിനുള്ള മനസ്സും ഉണ്ടാവുള്ളൂ. തൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ അങ്ങോട്ട് സുഖം കൊടുക്കാനുള്ള നിറവ്, നിറഞ്ഞു കവിയുന്നവർക്കേ അങ്ങോട്ട് വല്ലതും കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ദരിദ്രവാസികളുടെ അടുത്ത് പോയാൽ അവർ നമ്മുടെ കയ്യിലുള്ളത് പോലും പിടിച്ചു പറിക്കും, അല്ലേ? നമുക്ക് ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ അറിവൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് വേണം. അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് സ്നേഹം, ഇങ്ങോട്ട് പ്രതീക്ഷിക്കാനുള്ളതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുന്തോറും അത് അർഹതയ്ക്കനുസരിച്ച് ഇങ്ങോട്ട് വന്നു ചേരും. ഈ വിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല. എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഭഗവാനെ വരേണ്യൻ എന്ന് പറഞ്ഞത്. നമ്മളിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നവനല്ല ഭഗവാൻ.
പാലാഴി മദനത്തിൽ ലക്ഷ്മീദേവി പൊങ്ങി വന്നപ്പോൾ ലക്ഷ്മീദേവിയുടെ നേരെ ലക്ഷ്മീദേവിയെ കൊതിച്ചുകൊണ്ട് എല്ലാവരും കഴുത്തും നീട്ടി നിന്നു. ഭഗവാനോ മൈൻഡ് ചെയ്യാതെ നിന്നു. കാരണം തനിക്ക് ലക്ഷ്മിയെ കൊണ്ടൊന്നും സാധിക്കാനില്ല എന്നുള്ള മട്ടിൽ. അപ്പോൾ ലക്ഷ്മീദേവിക്ക് മനസ്സിലായി, ഈ പിച്ചക്കാരുടെ പുറകെയൊക്കെ പോകുന്നതിനും നല്ലത് ഈ എല്ലാം തികഞ്ഞിരിക്കുന്ന ഒന്നിലും കൊതിയില്ലാത്ത ഈ മഹാപുരുഷനെയാണ് ഞാൻ വരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദോഷരഹിതനായിട്ടുള്ള ഭഗവാന് മാല ചാർത്തി. അപ്പം അതുപോലെ ആവണം നമ്മൾ ഓരോരുത്തരും. അല്ലാതെ അങ്ങോട്ട് വിവാഹത്തിന് മുമ്പ് തന്നെ കണ്ടീഷൻസൊക്കെ എഴുതി വെച്ച് ഇതൊക്കെയാണ് എൻ്റെ കണ്ടീഷൻ, ഇതിനൊക്കെ പറ്റുമെങ്കിൽ എന്നെ വിവാഹം കഴിക്കാം എന്ന് ഇന്ന് ആണും പെണ്ണും പരസ്പരം എന്താ പറയുക എഗ്രിമെന്റുകളാണ്. ഈ കണ്ടീഷൻ ഒക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റാണ്. കണ്ടീഷണൽ ഒരു ലിവിങ് ടുഗദർ മാത്രമേ ഉള്ളൂ. വിവാഹം എന്ന് പേര് മാത്രമേ ഉള്ളൂ, വിവാഹമൊന്നുമല്ല. എല്ലാവരും കൂടി ചേർന്ന് അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പൊതു ചടങ്ങുകളൊക്കെ വച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥമൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. ചടങ്ങുകൾ മാത്രം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ചടങ്ങുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നില്ല. വെറും ആഭാസം, വിവാഹം എന്നുള്ളൊരു ആഭാസം, ഒരു വൃത്തികേട് എന്നേ പറയാറുള്ളൂ. പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു സ്ഥാനം. ഓരോരുത്തരും മത്സരിച്ച് പൊങ്ങച്ചം കാണിക്കുക, കടം വാങ്ങി പൊങ്ങച്ചം കാണിക്കുക, ധൂർത്തടിക്കുക, എന്നിട്ട് സ്വയം നശിച്ചു പോവുക. ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതിയോ? നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയാൽ മതിയോ? നന്നാവണ്ടേ കൂട്ടരേ, അല്ലേ? നന്നാവണമെന്ന് ചിന്തിക്കണ്ടേ? ചിന്തിക്കുക. അപ്പോ എന്താ പറഞ്ഞത്? അഹം ദേവസ്യ സവിദുഃ ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിത. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പരമം തപഃ ആസ്ഥിത, പരമമായ തപസ്സിൽ ഉറച്ചിരിക്കുന്നവളാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ വിഷ്ണുവിന് സമർപ്പിക്കാനായിക്കൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് അതിനുള്ള യോഗ്യത നേടാൻ വേണ്ടിക്കൊണ്ടുള്ള തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ക്ലേശം അനുഭവിക്കാനും ഞാൻ ഇപ്പോഴേ തയ്യാറാണല്ലോ. അതുകൊണ്ടാണ് ആ ക്ലേശം തപസ് അനുഷ്ഠിക്കുന്നത്. എനിക്ക് വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വിഷ്ണുവിനെ മാത്രം. അത് അടുത്ത ശ്ലോകം കൂടി ചേർത്ത് വായിക്കണം. നാന്യം പതിം വൃണേ വീര തം ഹൃദേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ നാദ സംശ്രയഃ. നാന്യം പതിം വൃണേ വീര തം ഹൃദേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ നാദ സംശ്രയഃ. അർജുനന്റെ അഭാവമൊക്കെ കണ്ടപ്പോ വീര എന്ന് തന്നെ വിളിക്കണ്ട, ഇല്ലയോ വീരപുരുഷ, പുരുഷോത്തമ, കാണാൻ അങ്ങ് വീരനാണ്, വില്ലും മമ്പുമൊക്കെ ആയിട്ട് രണ്ടാവനാഴി എന്നൊക്കെ പറഞ്ഞാൽ മോശക്കാരനൊന്നുമല്ല, അല്ലേ? അല്ലേ? അന്നത്തെ വീരന്മാരൊക്കെ ഒരാവനാഴി മാത്രം ധരിച്ചിരിക്കുമ്പോൾ രണ്ടാവനാഴിയുമായിട്ട് വലിയൊരു ഗാണ്ഡീവം എന്ന വില്ലുമായിട്ട് ഇത്രയും ശക്തനായിട്ട് ഒരാളെ കണ്ടാൽ ആർക്കാണ് കൊതി തോന്നാതിരിക്കുക? എന്നാൽ അങ്ങനെയുള്ള ഒരാളെ നോക്കി ഹേ വീര, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് പറയണോ, ഹേ വീര, ശ്രീനികേതനം തം ഹൃദേ അന്യം പതിം ന വൃണേ. അന്യം പതിം ന വൃണേ, അന്യനായ ഒരാളെ ഭർത്താവായിട്ട് പതിയായിട്ട് അഹം ന വൃണേ, ഞാൻ വരിക്കുകയില്ല, ഞാൻ വരിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട്. ഉറപ്പിച്ചു പറയണം.
ആരെ ഒഴികെ? ശ്രീനികേതനം തം ഋതേ. ഋതേ എന്ന് പറഞ്ഞാൽ വിനാ, അവനല്ലാതെ, അവനെ കൂടാതെ, വിതൗട്ട് ഹിം എന്നർത്ഥം. അപ്പോൾ ശ്രീനികേതനാണ് അവൻ. എല്ലാ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നന്മകളുടെയും സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെയും വാസസ്ഥാനമാണവൻ. ശ്രീക്ക് പോലും നികേതനായിരിക്കുന്ന തം, ആ വിഷ്ണു, ഋതേ കൂടാതെ, മറ്റൊരു അന്യം പതിം ന വൃണേ, മറ്റൊരാളെ ഞാൻ ഭർത്താവായിട്ട് വരിക്കുകയില്ല. അനാഥ സംശ്രയ മുകുന്ദ സ ഭഗവാൻ മേ തുഷ്യതാം. അനാഥ സംശ്രയ, നാഥനില്ലാത്തവർക്ക് ആശ്രയഭൂതനായിരിക്കുന്ന, അനാഥരെ സ്വീകരിക്കുന്ന രക്ഷകനായിരിക്കുന്ന, മുകുന്ദ, എല്ലാവർക്കും മുക്തിയെ ദാനം ചെയ്യുന്ന, സഹ ഭഗവാൻ, ആ ഭഗവാൻ, മേ തുഷ്യതാം, എന്റെ നേരെ പ്രസാദിക്കട്ടെ. ആ ഭഗവാൻ എന്റെ നേരെ പ്രസാദിക്കട്ടെ. ആ ഭഗവാനെ മാത്രമേ ഞാൻ എന്റെ ഭർത്താവായി വരിക്കുകയുള്ളൂ. വേറൊരാൾ എത്ര വീരനായിക്കോട്ടെ, ആര് തന്നെ എന്നോട് വന്ന് ഇങ്ങോട്ട് അപേക്ഷിച്ചാലും ഞാൻ വരിക്കാൻ, അത് അപേക്ഷിക്കാതിരിക്കാനാണ് മുൻകൂറായിട്ട് വേറൊരാളെ വരിക്കുന്നില്ല എന്ന് തന്നെ എടുത്തു പറഞ്ഞത്. അങ്ങ് വീരനൊക്കെ ആയിരിക്കാം, അങ്ങ് അങ്ങയുടെ പൊങ്ങച്ചൊന്ന് എന്നോട് പറയാൻ നിൽക്കണ്ട. നീ പറഞ്ഞു നാണം കെടുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ അങ്ങോട്ട് തന്നെ മുൻകൂറായി എല്ലാം പറയുന്നത്. എൻ്റെ മനസ്സിലിരിപ്പ്, എൻ്റെ നിശ്ചയം ഇതാണ്. അത് ഞാനിതാ തുറന്നു പറയുന്നു. ഞാൻ വിഷ്ണുവിനെ അല്ലാതെ, ആ ശ്രീനികേതനെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് കേട്ടപ്പോൾ അർജുനന്റെ മുഖം വാടിയിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹമൊക്കെ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മടങ്ങ എന്ന് വിചാരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങി. ഭഗവാൻ പിന്നീട് അർജുനനോട് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. എന്തായാലും കാളിന്തി സ്വയം പരിചയപ്പെടുത്തുന്നത് തുടരുകയാണ്. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുത ദർശനം. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുത ദർശനം. എന്റെ പേരെന്താണ്? കാളിന്തി ഇതി സമാഖ്യാത. കാളിന്തി എന്ന് നല്ലപോലെ അറിയപ്പെടുന്നവളാണ് ഞാൻ, പേരോടുകൂടിയവളാണ്. അഹം യമുനാജലേ പിത്രാനിർമ്മിതേ ഭവനേ വസാമി. യമുനാജലേ, അപ്പൊ യമുനാജലത്തിൽ, പിത്രാനിർമ്മിതേ ഭവനെ, എന്റെ പിതാവിനാൽ നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ. ആരാ പിതാവ്? സാക്ഷാൽ സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ പുത്രിയാണ് യമുന എന്ന കാളിന്തി. യമുന എന്നാണ് യഥാർത്ഥ പേര്. കളിന്ദ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ നദിയായതുകൊണ്ട് അതിന് കാളിന്തി എന്ന പേര്. കളിന്ദജ, കാളിന്തി എന്നൊക്കെ പേര്. ഹിമാലയത്തിന്റെ ഒരു ശാഖയാണ് കളിന്ദം എന്നറിയപ്പെടുന്ന പർവ്വതം. യമുനോത്രി ആരംഭിക്കുന്നത് ആ കളിന്ദ പർവ്വതത്തിലാണ്. എന്തായാലും കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലെ, ഞാൻ യമുനാജലത്തിലാണ് വസിക്കുന്നത്. നമ്മുടെ യമന്റെ സഹോദരിയാണ്, കാലനായ യമന്റെ സഹോദരിയാണ് യമുന. അച്ഛനാൽ നിർമ്മിക്കപ്പെട്ട, സൂര്യ ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ ഞാൻ വസിക്കുന്നു. എത്ര കാലം? യാവത് അച്യുത ദർശനം, അച്യുത ദർശന പര്യന്തം. അച്യുതനെ കാണും വരെ ഇവിടെ വസിക്കാനാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എൻ്റെ ജീവിത ലക്ഷ്യം അച്യുതനെ കാണലും അച്യുതനെ പ്രാപിക്കലുമാണ്. വേറെ ആരെയൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നോക്കൂ, ആ കാളിന്തിയുടെ നിശ്ചയം അച്യുത ദർശനമാണ് ലക്ഷ്യം. നമ്മുടെ ഉള്ളിലും ഈ ഒരു ദർശനം, ഈ ഒരു ലക്ഷ്യം വേണ്ടേ? അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ചുതിയില്ലാത്തവനെ വേണം പിടിക്കാൻ. ചുതിയുള്ളവരെയൊക്കെ പിടിച്ചാൽ നമ്മളും കൂടെ ഏറെ പിടിച്ചു തൂങ്ങിയവന്റെ കുതി പിടിച്ചു തൂങ്ങിയ അവസ്ഥയാവും. കാളിന്ദീതി സമാഖ്യാതാവസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുത ദർശനം. തദാവദദ്ഗുഡാകേശോ വാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജമുപാഗമത്.
തദാവദദ്ഗുഡാകേശോ വാസുദേവായ സോപി താമ്രതമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജം ഉപാഗമത്. തഥാ അവദത് ഗുഡാകേശഃ വാസുദേവായ. ഗുഡാകേശഃ അർജുനന്റെ പര്യായമാണ്. ഗുഡാകയെ ഈശിച്ചവൻ. ഗുഡാക ഇരുട്ട്, ഇരുട്ടിനെ ഈശിച്ചവൻ, ഇരുട്ടിനെ ജയിച്ചവൻ ഗുഡാകേശൻ. ഇരുട്ടത്തും അസ്ത്രങ്ങളെയ്യാൻ സാമർഥ്യമുള്ളവൻ, രാത്രി മുഴുവൻ നിരന്തരമായി അഭ്യസിച്ച് അതിൽ പ്രാവീണ്യം നേടിയവൻ. അതുകൊണ്ടാണ് അർജുനൻ ഗുഡാകേശൻ. ആ ഗുഡാകേശനായിട്ടുള്ള അർജുനൻ വാസുദേവായ, വാസുദേവനോട്, ഭഗവാനോട്, കൃഷ്ണനോട് തഥാ അവതത്, അപ്രകാരം വന്നു പറഞ്ഞു. എന്താണോ കാളിന്തി പറഞ്ഞത് അതിനെ ഒരു മെസ്സഞ്ചർ വന്ന് പറയും പോലെ അവൾ ഇങ്ങനെയാ പറയുന്നത്. അവളെ സൂര്യപുത്രിയാണത്രേ, കാളിന്തി എന്നാണത്രേ പേര്. വിഷ്ണുവിനെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയണം അവള്. അവിവാഹിതയാണ് അവൾ, അതിനുവേണ്ടി തപസ് ചെയ്യണം വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ. വേറൊരാളെയും വിവാഹം കഴിക്കില്ല അത്രേ. അപ്പൊ നമുക്കൊന്നും ചാൻസ് ഇല്ല കേട്ടോ എന്ന് പറയും പോലെ കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ വിഷ്ണുവാണെന്ന് അറിയാത്ത അർജുനൻ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അതാണ് സോപി എന്ന് പറയുന്നത്. അവിടെ സഹ അപി എന്ന് പറഞ്ഞാലോ വാസുദേവ അപി എന്നർത്ഥം. വാസുദേവായ എന്ന് കഴിഞ്ഞിട്ടാണ് സഹ പ്രയോഗിച്ചത്. അതുകൊണ്ട് സഹ എന്നുള്ളത് വാസുദേവ. വാസുദേവ അപി, വാസുദേവൻ എന്ത് ചെയ്തു? താം രഥമാരോപ്യ, അവളെ രഥത്തിൽ കയറ്റി. അർജുനനോട് പറഞ്ഞു നമുക്ക് ഇവിടെ രഥത്തിൽ കയറ്റാം, എന്നിട്ടോ ഏട്ടനോട് ചെന്ന് പറയാം എന്ന് നാക്കിൽ പറഞ്ഞ് അവളെ രഥത്തിൽ കയറ്റി. എന്തുകൊണ്ട്? തദ്വിദ്വാൻ, ഭഗവാൻ എല്ലാം അറിയുന്നവനാണല്ലോ. എല്ലാം അറിയുന്ന കാളിന്തി തപസ് ചെയ്യുന്ന കാര്യമൊക്കെ നേരത്തെ അറിഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ എത്തിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്, അല്ലാതെ യാദൃച്ഛികമൊന്നുമല്ല. അർജുനന് യാദൃച്ഛികം, ഭഗവാനെ സംബന്ധിച്ച് എല്ലാം വെൽ പ്ലാൻഡ്. തദ്വിദ്വാൻ, എല്ലാവരുടെയും അന്തര്യാമിയായി എല്ലാവരുടെയും ഹൃദയം അറിയുന്നവനായിട്ടുള്ള ഭഗവാൻ, ഇവളുടെ മനസ്സറിയുന്നവനായിട്ടുള്ള തദ്വിദ്വാൻ ധർമ്മരാജം ഉപാഗമത്, ധർമ്മരാജാവിനെ സമീപിച്ചു എന്ന് വെച്ചാൽ യുധിഷ്ഠിര രാജാവിനെ സമീപിച്ചു. ഏട്ടനോട് ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് കാളിന്തിയെയും രഥത്തിൽ കയറ്റിക്കൊണ്ട് രണ്ടുപേരും കൂടെ ആ ഇന്ദ്രപ്രസ്ഥ രാജധാനിയിലേക്ക് തിരിച്ചു. യമുനാ നദീതീരം ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്ത് തന്നെയാണല്ലോ അല്ലേ? ഇന്ദ്രപ്രസ്ഥം ഇന്നത്തെ ഡൽഹിയാണ്. ഡൽഹിയിലൂടെ ഒഴുകുന്നതാണ് യമുന. അപ്പൊ എന്തായാലും അങ്ങനെ കൊണ്ടുപോയി. യഥൈവ കൃഷ്ണഃ സന്ദിഷ്ടഃ പാർത്ഥാനാം പരമാദ്ഭുതം കരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണാ ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഗണ്ഡവം ദാതും അർജുനസ്യാസസാരഥിഃ സോഗ്നിസ്തുഷ്ടോദനുരദാത് ഹയാൻ ശ്വേതാൻ രഥം നൃപം അർജുനായാക്ഷയൗ തൂണൗ വർമ്മചാഭേദ്യമസ്ത്രിഭിഃ മയശ്ച മോചിതോ വന്നേഃ സഭാം സത്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസീത് ജലസ്ഥലഭൃദൃശിഭ്രമഃ സതേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിതഃ ആയയൗ ദ്വാരകാം ഭൂയഃ സാത്യകി പ്രമുഖൈർവൃതഃ. അപ്പൊ ഈ 24 മുതൽ 27 വരെയുള്ള 4 ശ്ലോകങ്ങൾ, 24, 25, 26, 27 ഒന്ന് പിന്നിലേക്ക് പോയ ശ്ലോകങ്ങളാണ്. എന്താ പിന്നിലേക്ക് പോയത്? ഈ ഇന്ദ്രപ്രസ്ഥത്തെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കപ്പെട്ടത് ആ കഥ പറഞ്ഞു. സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്നത് ഇവിടെയാണ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ എന്താ കഥ? യഥൈവ കൃഷ്ണഃ സന്ദിഷ്ടഃ പാർത്ഥാനാം പരമാദ്ഭുതം കരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണാ. യഥാ ഏവ കൃഷ്ണഃ സന്ദിഷ്ടഃ തഥാ ഏവ പാർത്ഥാനാം വിശ്വകർമ്മണാ പരമാദ്ഭുതം വിചിത്രം നഗരം കാരയാമാസ.
യഥാ ഏവ എപ്പോഴാണോ കൃഷ്ണ സന്ദിഷ്ട കൃഷ്ണൻ സന്ദേശം അറിയിക്കപ്പെട്ടവനായി ഭവിച്ചത്, കൃഷ്ണനോട് സന്ദേശം അറിയിച്ചത് ആര്? പാണ്ഡവന്മാര്. കൃഷ്ണനോട് എന്ത് പറഞ്ഞു പാണ്ഡവന്മാര്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അർദ്ധരാജ്യമാണ് കിട്ടിയിട്ടുള്ളത്, ഒരു മുൾക്കാടുകൾ നിറഞ്ഞ, മുൾച്ചെടികൾ നിറഞ്ഞ, മരുഭൂമി പോലെയുള്ളതായിട്ടുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഗാണ്ഡവം എന്ന വനമാണ് കിട്ടിയിട്ടുള്ളത്, ഞങ്ങൾക്ക് താമസിക്കാൻ വീടും കൂടിയൊന്നുമില്ല എന്നൊക്കെയുള്ള ആവലാതി കൃഷ്ണനെ അറിയിച്ചു. അതാണ് യഥാ ഏവ കൃഷ്ണ സന്ദിഷ്ട, എപ്പോഴാണോ കൃഷ്ണൻ സന്ദേശിക്കപ്പെട്ടത്, തഥാ ഏവ അപ്പോൾ തന്നെ പാർത്ഥാനാം, പാർത്ഥന്മാർക്ക് വേണ്ടി, അർജുനാദികൾ അല്ലെങ്കിൽ യുധിഷ്ഠിരാദികൾക്ക് വേണ്ടി, പാണ്ഡവന്മാർക്ക് വേണ്ടി വിശ്വകർമ്മണ പരമാത്ഭുതം വിചിത്രം നഗരം കാരയാമാസ. വിശ്വകർമാവ് ദേവശില്പിയാണ്. ഇപ്പൊ ദ്വാരക പണിത അതേ ദേവശില്പിയായ വിശ്വകർമാവിനാൽ തന്നെ പരമാത്ഭുതം വിചിത്രം, അത്യന്തം അത്ഭുതങ്ങൾ നിറഞ്ഞതായിട്ടുള്ള വിചിത്രമായിരിക്കുന്ന ബഹുവിധ ശാലകളോട് കൂടിയതായിട്ടുള്ള നഗരം കാരയാമാസ. ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം ഭഗവാൻ വിശ്വകർമാവിനാൽ ചെയ്യിപ്പിച്ചു. കാരയാമാസ എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിച്ചു എന്നർത്ഥം. അപ്പോ അതിനോട് അനുബന്ധിച്ച് മുമ്പുള്ള കഥകളൊക്കെ ഉണ്ട്. ഗാണ്ഡവത്തെ അഗ്നിക്ക് ദഹിപ്പിച്ചു കൊടുക്കുന്നതും അഗ്നി സന്തുഷ്ടനായിട്ട് പല എന്താ പറയുക ദിവ്യ ആയുധങ്ങളും രഥവുമെല്ലാം അർജുനന് കൊടുക്കുന്നതും ഒക്കെ കഥകളുണ്ട്. അതെല്ലാം ഇതിനോട് അനുബന്ധമായി നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആ കഥയെ ഇവിടെ സൂചിപ്പിച്ചു. ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയ ചികീർഷയ അഗ്നയെ ഗാണ്ഡവം ദാതും അർജുനസ്യ ആസ സാരഥി. അപ്പൊ ആദ്യം വിശ്വകർമാവ് ഒരു നഗരം നിർമ്മിച്ചു കൊടുത്തു. ഭഗവാൻ തത്ര നിവസന് അവിടെ വസിച്ചു ഇന്ദ്രപ്രസ്ഥത്തില്. എന്തിന്? സ്വാനാം പ്രിയ ചികീർഷയ, സ്വകീയന്മാരായ പാണ്ഡവന്മാർക്ക് പ്രിയം ചെയ്യുവാനായിക്കൊണ്ട്, തന്റെ ബന്ധുക്കൾക്ക് സുഖം കൊടുക്കാനായിക്കൊണ്ട്. എന്നിട്ട് ആ സമയത്താണ് അഗ്നയെ ഗാണ്ഡവം ദാതും അർജുനസ്യ ആസ സാരഥി, അഗ്നിക്കായിക്കൊണ്ട് ഗാണ്ഡവം എന്ന വനത്തെ ദാനം ചെയ്യുവാൻ, ദഹിപ്പിക്കാൻ കൊടുക്കാനായിക്കൊണ്ട് അർജുനസ്യ സാരഥി ആസ, അർജുനന്റെ സാരഥിയായി ഭവിച്ചു. അപ്പോ എന്താ പറയുക, അഗ്നിദേവന് പല യാഗങ്ങളും ഹോമങ്ങളും ഭുജിച്ച് ഭുജിച്ച് ഹവ്യബുക്കാണല്ലോ. അദ്ദേഹത്തിന് എന്തോ ദഹനക്കേട് വന്നു എന്നുവെച്ചാൽ പാപികളായിട്ടുള്ള ആളുകൾ നല്ല ശുദ്ധമല്ലാത്ത ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമിച്ചാൽ അഗ്നിദേവനും ദഹനക്കേടൊക്കെ വരും. അപ്പൊ എന്തായാലും അഗ്നി ഭഗവാന് ദഹനക്കേട് വന്നപ്പോൾ അതിന് ഭക്ഷിച്ചു കൊള്ളാനാണ്. അതിൽ ധാരാളം ഔഷധങ്ങളുള്ള ചെടികളുണ്ട്, ഔഷധികളുണ്ട്. പക്ഷേ അഗ്നിദേവൻ ഗാണ്ഡവത്തെ ദഹിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോഴൊക്കെ ഇന്ദ്രൻ മഴ പെയ്യിക്കും. മഴ പെയ്ത് നനയ്ക്കും. അഗ്നിക്ക് കത്തിക്കാൻ പറ്റില്ല, ദഹിപ്പിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇന്ദ്രന്റെ തക്ഷകൻ, നാഗങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള തക്ഷകൻ അവിടെയാണ് കുടികൊള്ളുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ദ്രനോട് അപേക്ഷിച്ച കാരണമാണ് തക്ഷകന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ഇന്ദ്രൻ അഗ്നിയെ ഗാണ്ഡവം ദഹിപ്പിക്കാൻ അനുവദിക്കുകയേ ഇല്ല, എപ്പോഴും മഴ പെയ്യിച്ചുകൊണ്ട്. അപ്പോഴാണ് നിവൃത്തിയില്ലാതെ ഇന്ദ്രപുത്രനായ, ഇന്ദ്രതുല്യനായ, ഇന്ദ്രനും മുമ്പേ ഇന്ദ്രനായിരുന്ന, അല്ലേ, ഈ പഞ്ചപാണ്ഡവന്മാരും മുൻ ജന്മങ്ങളിൽ അവർ ഇന്ദ്രന്മാരായിരുന്നവരാണ്. 5 ഇന്ദ്രന്മാരായിരുന്നവർ. അപ്പോ ഇന്ദ്രനേക്കാൾ ഖേമനാണ് അർജുനൻ. അങ്ങനെയുള്ള ആ അർജുനനെ ശരണം പ്രാപിക്കാനായിട്ട് ബ്രഹ്മദേവൻ ഇന്ദ്രനോട് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ വന്ന് അർജുനനോട് സഹായം അഭ്യർത്ഥിച്ചു. അർജുനൻ ഭഗവാനെയും കൂട്ടിക്കൊണ്ടാണ്, സാരഥിയായിട്ട് ഭഗവാനെയും കൂട്ടിക്കൊണ്ടാണ് ഈ ഗാണ്ഡവത്തെ ദഹിപ്പിക്കുന്നത്. ഇന്ദ്രൻ മഴ പെയ്യിക്കുമ്പോൾ അർജുനൻ വാട്ടർ പ്രൂഫിംഗ് ചെയ്തു. തൻ്റെ ശരപഞ്ചരം കൊണ്ട്, അസ്ത്രങ്ങൾ കൊണ്ട് ഈ വനങ്ങളുടെ മേലെ എന്താ പറയുക, ഒരു പന്തൽ കെട്ടി ഒരു തുള്ളി വെള്ളം വനത്തിലേക്ക് വീഴാത്ത രീതിയിൽ അങ്ങനെ അഗ്നിക്ക് ഗാണ്ഡവത്തെ ദഹിപ്പിക്കാൻ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് തക്ഷകൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അർജുനനെയും കൃഷ്ണനെയും ശരണം പ്രാപിച്ചുകൊണ്ട് കൂട്ടത്തിലാണ് ഈ
മയൻ എന്ന അസുരശില്പിയും ഭഗവാനെ ശരണം പ്രാപിച്ച് രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ ആ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഗ്നയെ ഗാണ്ഡവം ദാതും അർജുനസ്യ ആസ സാരഥി സോഗ്നിസ്തുഷ്ടോ ധനുരദാത് ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മചാഭേദ്യമസ്ത്രിഭിഃ സോ അഗ്നിഃ തുഷ്ടോ ധനുരദാത് ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മചാഭേദ്യം അസ്ത്രിഭിഃ. അപ്പോ അഗ്നി ഈ ഗാണ്ഡവം മുഴുവൻ ദഹിപ്പിച്ച് അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം മാറി സന്തോഷിച്ചു. അതാണ് സഹ അഗ്നിഹി തുഷ്ട. അങ്ങനെ തുഷ്ടനായ സന്തോഷിച്ചവനായ അഗ്നി ധനുഹു അതാത് ഗാണ്ഡീവം എന്ന ധനുസ്സിനെ അർജുനനായിക്കൊണ്ട് അതാത് ദാനം ചെയ്തു. ഗാണ്ഡീവം ധനുഹു അതാത് ഹയാൻ ശ്വേതാൻ നല്ല വെളുത്ത 4 കുതിരകളെയും ശ്വേതാൻ ഹയാൻ ശ്വേതങ്ങൾ എന്നാൽ വെളുത്തത്, ഹയങ്ങൾ കുതിരകൾ. അപ്പൊ 4 കുതിരകളെയും കൊടുത്തു. രഥം ഈ അർജുനൻ ഉപയോഗിക്കുന്ന രഥവും അഗ്നിദേവൻ കൊടുത്തു. ഹേ നൃപാലയോ പരീക്ഷിത് രാജാവേ, അങ്ങയുടെ മുത്തശ്ശന്റെ കഥ കേൾക്കൂ. അർജുനനായി കൊണ്ട് കൊടുത്തു. പിന്നെന്ത് കൊടുത്തു? അക്ഷയൗ തൂണൗ 2 തൂണങ്ങൾ. അതാണ് തൂണൗ. അക്ഷയൗ രണ്ടും ക്ഷയിക്കാത്തത്, ഒരിക്കലും അമ്പൊടുങ്ങാത്തത്. അമ്പൊടുങ്ങാത്ത 2 ആവനാഴികളും അതുപോലെ വർമ്മച അഭേദ്യം അസ്ത്രിഭിഹി. അസ്ത്രിഭിഹി എന്ന് പറഞ്ഞാൽ അസ്ത്രം പ്രയോഗിക്കുന്നവർ വലിയ വില്ലാളി വീരന്മാർ. വലിയ വില്ലാളി വീരന്മാരാൽ പോലും അഭേദ്യം വർമ്മ ഭേദിക്കാൻ പറ്റാത്തതായിട്ടുള്ള കവചം. വർമ്മ എന്നാൽ പടച്ചട്ട, കവചം. അപ്പൊ നല്ല രക്ഷാ കവചവും അഗ്നിദേവൻ കൊടുത്തു. ആർക്ക്? അർജുനന്. എത്ര വലിയ അസ്ത്രിയാണെങ്കിലും അവർക്ക് ഭേദിക്കാൻ പറ്റാത്തത്. വർമ്മചാഭേദ്യം അസ്ത്രിഭി. അപ്പൊ ഇങ്ങനെ അർജുനന്റെ കയ്യിലുള്ള ആയുധങ്ങളും രഥവും കുതിരയും എല്ലാം ഈ അഗ്നിപ്രീതനായിട്ട് കൊടുത്തതാണ്. ആ സന്ദർഭത്തിൽ എന്തുണ്ടായി? മയശ്ച മോചിതോ വന്നേഃ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസീത് ജലസ്ഥലദൃശിഭ്രമഃ. മയശ്ച മോചിതോ വന്നേഃ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസീത് ജലസ്ഥലദൃശിഭ്രമഃ. വന്നേഹേ മയഃ മോചിതഃ ച. വന്നിയിൽ നിന്ന് മയൻ മോചിതനായി. എന്നുവെച്ചാൽ മയൻ ആ ഗാണ്ഡവ വനത്തിൽ താമസിച്ചിരുന്നു. പക്ഷേ ഈ വനം മുഴുവൻ ദഹിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ തന്നെ കാവൽ നിന്നിരുന്നു. അങ്ങനെ എല്ലാ പക്ഷിമൃഗാദികള് ജന്തുക്കളെല്ലാറ്റിനെയും വൃക്ഷങ്ങളെ മുഴുവനും അഗ്നി ദഹിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈ തക്ഷകനും ഈ മയനും ഭഗവാനെയും അർജുനനെയും വന്ന് ശരണം പ്രാപിച്ച് അവർക്ക് അഭയം കൊടുത്ത് അവരെ രക്ഷിക്കുന്നത്. അങ്ങനെ അതാണ് മയശ്ച മോചിതഃ വന്നേഹ്. മയൻ വന്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. അപ്പോ എന്ത് ചെയ്തു? ആ മോചിപ്പിക്കപ്പെട്ട മയൻ യസ്മിൻ ദുര്യോധനസ്യ ജലസ്ഥലദൃശിഭ്രമഃ ആസീത് താം സഭാം സഖ്യേ ഉപാഹരത്. ഒരു സഭയെ, ഇന്ദ്രപ്രസ്ഥത്തിലുള്ള അത്ഭുതമായിട്ടുള്ള സഭയെ സഖ്യേ എന്ന് പറഞ്ഞാൽ ആ ബന്ധുത്വം, സഖ്യത്വം, എന്താ പറയുക, സ്നേഹിതഭാവം ഉറപ്പിക്കാനായിക്കൊണ്ട് കൂട്ടുകാരനായ ഇപ്പോ അർജുനനായിക്കൊണ്ട് ഉപഹാരം ചെയ്തു, സമ്മാനിച്ചു. വലിയ പുതിയ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്താ കുറവുള്ളത് എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ, അല്ലേ? അല്ലാതെ അവിടെ ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ അർജുനനോടും ഭഗവാനോടും ചോദിച്ചു. ആര്? മയൻ. അപ്പോഴാണ് ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്, അങ്ങേ കൊണ്ടാവുന്ന പോലെ അവിടെ ഒരു അത്ഭുതമായിട്ടൊരു സഭ നിർമ്മിച്ചു കൊടുക്കൂ. അപ്പൊ മെയിൻ ഇന്ദ്രപ്രസ്ഥം എന്ന കൊട്ടാരം നിർമ്മിച്ചത് വിശ്വകർമാവ് ദേവശില്പിയാണെങ്കിലും അതിലെ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തത് മയനാണ്. നമ്മുടെ ലങ്കയും ആദ്യം കുബേരന് വേണ്ടി പണി കഴിച്ചത് വിശ്വകർമാവാണ്. പിന്നീട് അതിനെ മോഡിഫൈ ചെയ്തത്, അതിൽ പല അത്ഭുതങ്ങളും നിറച്ചത് മയനാണ്. അസുരശില്പിയായിട്ടുള്ള
മയൻ. വിശ്വകർമാവിന്റെ പുത്രൻ തന്നെയാണ് മയൻ. അച്ഛനും മക്കളും അല്ലേ. പെരുന്തച്ഛൻ വിശ്വകർമാവ്, അദ്ദേഹത്തിന്റെ പുത്രൻ മയൻ, അതിലും അതിശയമുള്ള ശില്പവേലകൾ ചെയ്യുന്ന ആള്. മായാവിയാണ് മയൻ. അദ്ദേഹത്തിന് പല വിദ്യകളും അറിയാം. ആ രീതിയിൽ അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലെ ആ സഭ എവിടെയാണോ, അതാണ് യസ്യാം യസ്മിൻ, എവിടെ വെച്ചിട്ടാണോ ദുര്യോധനസ്യ, ആ ദുര്യോധനന് ജലസ്ഥല ദൃശിഭ്രമ, ദൃശിഭ്രമം എന്ന് പറഞ്ഞാൽ ദൃക്കിൽ, കാഴ്ചയിൽ ഭ്രമം. അപ്പൊ കണ്ണിന് ഭ്രമം ഉണ്ടാക്കുന്നത് എന്താണ്? ജലത്തെ സ്ഥലമായിട്ടും സ്ഥലത്തെ ജലമായിട്ടും വിപരീതമായിട്ട് കണ്ണിന് നേത്രഭ്രമം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ സംഭവം നടന്നത്. ആസീത് താം സഭാം, ആ സഭയെ സഖ്യത്തിന്റെ പേരിൽ കൂട്ടുകാരനായിക്കൊണ്ട് സമ്മാനമായിട്ട് കാഴ്ചവെച്ചു. ഉപാഹരത്. അപ്പോ ദേവശില്പിയായ വിശ്വകർമാവ് വലിയ ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനി നിർമ്മിച്ചു. അസുരശില്പിയായിട്ടുള്ള മയൻ സഭാമണ്ഡപം നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ ഇതിലൊക്കെ പുറകിൽ ആരുണ്ട്? കൃഷ്ണനുണ്ട്. കൃഷ്ണൻ സൈലന്റായിട്ട് നിൽപ്പുണ്ട്. കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. അർജുനൻ മുമ്പിലുണ്ട്. എല്ലാ ക്രെഡിറ്റും അർജുനൻ എടുത്തോട്ടെ. പക്ഷേ ഭഗവാൻ ഇല്ലെങ്കിൽ അർജുനൻ ഇതൊന്നും സാധിക്കില്ല എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ആ സഭ നിർമ്മിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഭഗവാൻ അത് കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മാസങ്ങൾ ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞത്. സതേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിതഃ ആയയൗ ദ്വാരകാം ഭൂയഃ സാത്യകി പ്രമുഖൈർവൃതഃ. അങ്ങനെ കഥ ഇവിടെ ഷോർട്ട് കട്ട് ചെയ്യണം. ഇന്ദ്രപ്രസ്ഥത്തെ കുറിച്ചിട്ടുള്ള പൂർവ്വവൃത്തം പറഞ്ഞു. ഇപ്പൊ ഇനി കഥയിലേക്ക് തിരിച്ചു വന്നു. എവിടുന്ന് 23-ാം ശ്ലോകത്തിൽ നമ്മൾ വിട്ടൂലോ. ഭഗവാൻ കാളിന്തിയെ രഥത്തിൽ കയറ്റിക്കൊണ്ട് ജ്യേഷ്ഠന്റെ അടുത്തേക്ക് വന്നു, ധർമ്മപുത്രന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞതെന്ന് പിന്നെ തുടരുന്നത് 28-ലാണ്. സതേന സമനുജ്ഞാതഃ, സഹ എന്ന് പറഞ്ഞാൽ കൃഷ്ണ വാസുദേവ, തേന, തേന എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു നിർത്തിയതായിട്ടുള്ള ധർമ്മരാജേന സമനുജ്ഞാതഃ, സമ്യക് അനുജ്ഞാതഃ, നല്ലപോലെ അനുജ്ഞ നൽകപ്പെട്ടവനായി, യാത്രാനുമതി നൽകപ്പെട്ടവനായി, സുഹൃദ്ഭിശ്ച അനുമോദിതഃ, മറ്റു ബന്ധുക്കളാലും അനുമോദിക്കപ്പെട്ടവനായിട്ട്, എന്ന് വെച്ചാൽ സന്തോഷം പങ്കുവെക്കപ്പെട്ടവരായിട്ട് പരസ്പരം യാത്ര പറഞ്ഞ് ആലിംഗനാദികൾ ചെയ്ത്. അതുപോലെ തന്നെ ഈ കന്യക, ആ കഥയിവിടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഭഗവാനും അർജുനനും കൂടി കൊണ്ടുവന്ന കാളിന്തി എന്ന കന്യകയെ കുറിച്ച് ഭഗവാനും അല്ലെങ്കിൽ അർജുനനും പറഞ്ഞിട്ടുണ്ടാവും ധർമ്മരാജനോട്, ജ്യേഷ്ഠ ഇങ്ങനൊരു കന്യക ഞങ്ങൾ യമുനാ തീരത്ത് വെച്ച് കണ്ടുമുട്ടി, ഇവൾ വിഷ്ണുവിനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് തപസ് ചെയ്യണ്, ഇവളെ എന്താ ചെയ്യേണ്ടത്? ഈ നാട്ടിന്റെ രാജാവായിട്ടുള്ള അങ്ങ് തന്നെ പറയൂ, തീരുമാനിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ധർമ്മരാജാവ് ചിരിച്ചുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടാവും, അതിനെന്താ സംശയം, അങ്ങ് കൊണ്ടുപോയിക്കോളൂ. അപ്പോ ധർമ്മരാജാവിന് വ്യക്തമായിട്ട് അറിയാം കൃഷ്ണൻ വാസുദേവൻ ആരാണ്, സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം വന്ന്. അർജുനൻ ജ്യേഷ്ഠനോട് ദേഷ്യം വന്ന് കാണും ചിലപ്പോ, അല്ലേ? ഏട്ടൻ എന്ത് പണിയായി ചെയ്തത്? നിരാശ തോന്നിയിട്ടുണ്ടാവാം. എന്തായാലും ആ ഭാഗമൊന്നും ഇവിടെ വർണ്ണിച്ചില്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ് എന്നറിയാം. അപ്പോ സതേന സമനുജ്ഞാതഃ, അനുജ്ഞ നൽകപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ തന്നെ അനുമതി നൽകപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ, ഇവിടെ അങ്ങ് വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബന്ധുക്കളാലും അനുമോദിപ്പിക്കപ്പെട്ടവനായിട്ട് ഭൂയഃ ദ്വാരകാം ആയയൗ, വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. സാത്യകി പ്രമുഖൈർ വൃതഃ, മുമ്പ് ആരാണോ കൂടെ പോയത് ആ യുയുധാനൻ അഥവാ സാത്യകി മുതലായവരാൽ സേവിതനായിക്കൊണ്ട് തിരിച്ചു ദ്വാരകയിലേക്ക് വന്നു. തിരിച്ചു ദ്വാരകയിൽ വന്നിട്ട് എന്ത് ചെയ്തു? അധ ഉപയേമേ കാളിന്ദീം സുപുണ്യഋതു വൃക്ഷവൂർജിതേ
വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അധോപയേമേ കാളിന്ദീം സുപുണ്യർത്തു വൃക്ഷ ഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. അധ അനന്തരം നർത്തം. ദ്വാരകയിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഊർജിതേ സുപുണ്യ ഋതു വൃക്ഷേ ഊർജിതേ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചിരിക്കുന്ന ബലവത്തായിരിക്കുന്ന സമയത്ത്. എന്താണ് പുണ്യ ഋതു? മംഗളകരമായ ഋതു. അതുപോലെ വൃക്ഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രം. അപ്പൊ വസന്ത ഋതു പോലെയുള്ള ഋതു, നല്ല നക്ഷത്രം, ഇതെല്ലാം തികഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഊർജിത സമയത്ത്, മംഗളകരമായ മുഹൂർത്തത്തിൽ എന്നർത്ഥം. സ്വാനാം പരമമംഗളം പരമാനന്ദം വിതന്മന്. സ്വാനാം തന്റെ ബന്ധുക്കളായ ദ്വാരകാവാസികൾക്ക് പരമമംഗളം, അത്യന്തം കല്യാണത്തെയും പരമാനന്ദം, എന്തെന്നില്ലാത്ത സന്തോഷത്തെയും വിതന്മന് വിസ്തരിക്കുന്നവനായിട്ട് കാളിന്ദീം ഉപയമേ, കാളിന്ദിയെ ഉപയമിച്ചു, കാളിന്ദിയെ വിവാഹം ചെയ്തു. നല്ലൊരു മംഗള മുഹൂർത്തത്തിൽ വെച്ച് എല്ലാവരുടെയും സാന്നിധ്യത്തില് ആഘോഷമായിട്ട് ഭഗവാൻ കാളിന്ദിയെ വിവാഹം കഴിച്ചു. ഇതിലൂടെ എന്തുറപ്പിച്ചു? ഭഗവാൻ വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എന്ന് യുധിഷ്ഠിരന്റെ, സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരന്റെ നാവുകൊണ്ട് പറയിപ്പിച്ചു. അപ്പൊ യുധിഷ്ഠിരന് ഈ അറിവുണ്ട്. അർജുനാദികൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് സംശയമാണ്. എന്തായാലും കാളിന്ദിക്ക് പ്രശ്നമൊന്നുമില്ല. കാളിന്ദിക്ക് മനസ്സിലായി ആരാ പറഞ്ഞത്? യുധിഷ്ഠിരനാണ്. അപ്പൊ കൃഷ്ണൻ വിഷ്ണു തന്നെയാണെന്നുള്ള ഉറപ്പോടുകൂടി കാളിന്ദി വിവാഹം കഴിച്ചു. ഇനി 2 ശ്ലോകങ്ങളെ കൊണ്ടാണ് മറ്റേ മിത്രവിന്ദയുടെ വിവാഹം പറയുന്നത്. അതും കൂടി പറഞ്ഞു കൊടുക്കാം. വിന്ദാനുവിന്ദൗ ആവന്ദ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സക്താം ന്യഷേദദാം. വിന്ദാനുവിന്ദൗ ആവന്ദ്യൗ ദുര്യോധനവശാനുഗൗ. ആവന്ദ്യൗ എന്ന് പറഞ്ഞാൽ അവന്തി ദേശവാസികൾ. അവന്തി ദേശം നമ്മുടെ സാന്ദീപനി ഗുരുകുലമൊക്കെ അവന്തി ദേശത്താണ്. അപ്പോൾ ആ ദേശത്തുള്ള അവന്തി രാജ്യത്തെ ദുര്യോധന വശാനുഗം, ഇവിടെ ദുര്യോധനന്റെ വശത്ത് അനുഗമിക്കുന്നവരാണ് 2 പേര്. വിന്ദൻ അനുവിന്ദൻ. വിന്ദാനുവിന്ദൗ, വിന്ദശ്ച അനുവിന്ദശ്ച, 2 സഹോദരന്മാരാണ്. അത് ആരുടെ മക്കളാണ് എന്നുള്ള അടുത്ത ശ്ലോകത്തിലാ പറയണത്. കൃഷ്ണ ഭഗവാന്റെ തന്നെ അച്ഛൻ പെങ്ങളാണ് രാജാദിദേവി. ആ രാജാദിദേവിയുടെ മക്കളാണ്. ആ രാജാദിദേവിയെ, വസുദേവന്റെ സഹോദരിയായ രാജാദിദേവിയെ അവന്തി ദേശത്തേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ രാജകുമാരന്മാരാണ് വിന്ദനും അനുവിന്ദനും. അവർ ദുര്യോധനന്റെ കൂട്ടുകാരായതുകൊണ്ട്, ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ബാക്കി ആരൊക്കെ കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, എല്ലാ ദുഷ്ടന്മാരും. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ പുച്ഛമാണ്, നമ്മുടെ രുക്മിയെ പോലെ തന്നെ. അതുകൊണ്ട് തന്റെ സഹോദരിയെ കൃഷ്ണന് കൊടുക്കില്ല എന്ന് ഇവർ 2 പേരും നിശ്ചയിച്ചിരുന്നു. അതാണ് സ്വയംവരേ സ്വഭഗിനിം കൃഷ്ണേ സക്താം നിഷേധത. കൃഷ്ണേ സക്താം സ്വഭഗിനിം, കൃഷ്ണനിൽ ആസക്തയായിരുന്ന, കൃഷ്ണനെ സ്നേഹിക്കുന്നവളായ സ്വസഹോദരിയെ, ഭഗിനിയെ സ്വയംവരേ നിഷേധത, സ്വയംവരത്തിൽ നിഷേധിച്ചു, തടഞ്ഞു എന്നർത്ഥം. കൃഷ്ണന് കൊടുക്കില്ല എന്ന് അവർ വിന്ദാനുവിന്ദന്മാർ തീരുമാനിച്ചു. എന്നാൽ ഭഗവാൻ അറിഞ്ഞു, അവിടെ എത്തി രുക്മിണിയെ ഹരിച്ച പോലെ തന്നെ ഹരിച്ചു. അതാണ് രാജാദിദേവ്യാഹ തനയാം മിത്രവിന്ദാം പിതൃശ്വസുഹു പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാജാദിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസുഹു പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. ഇവിടെ പിതൃശ്വസുഹു
രാജാതിദേവ്യാഹ തനയാം മിത്രവിന്ദാം. പിതൃശ്വസുഹു രാജാതിദേവ്യാഹ. രാജാതിദേവി എന്നതാണ് ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ പേര്. അതാണ് പിതൃശ്വസുഹു. പിതൃശ്വസ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സഹോദരി, അച്ഛൻ പെങ്ങൾ. ഓരോ നാട്ടിലും ഓരോ പേരിൽ വിളിക്കും അല്ലേ? അമ്മായി, ചിറ്റ, ഞങ്ങൾ പാലക്കാട്ടുകാര് അച്ചേമ, ഇങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കും. അപ്പോ എന്തായാലും അച്ഛൻ പെങ്ങൾ. പിതൃസ്വസ, പിതാവിന്റെ സഹോദരി. അപ്പൊ പിതൃശ്വസുഹു എന്ന് പറഞ്ഞാലോ പിതൃ സഹോദരിയുടെ ഷഷ്ടി. അത് രാജാതിദേവ്യാഹ. അപ്പൊ പിതൃസഹോദരിയായ രാജാതിദേവിയുടെ തനയയായ മിത്രവിന്ദയെ, മിത്രവിന്ദ എന്ന കന്യകയെ കൃഷ്ണ രാജ്ഞാ പ്രപശ്യതാം പ്രസഹ്യ ഹൃതവാൻ. മറ്റ് രാജാക്കന്മാരെല്ലാം നോക്കി നിൽക്കേ, രാജ്ഞാം പ്രപശ്യതാം, അവരെയെല്ലാം പ്രസഹ്യ എന്ന് പറഞ്ഞാൽ ബലാത്കാരേണ അവരെയൊക്കെ നിന്ദിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, അവരെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്നൊക്കെ അർത്ഥം. ഹൃതവാൻ, ഹരിച്ചു. രാജാതിദേവിയുടെ പുത്രിയായ മിത്രവിന്ദയെ ഭഗവാൻ അവിടെ ചെന്ന് തന്റെ കൈക്കരുത്ത് കാണിച്ച വീര്യശുൽക്കം കൊണ്ട് അപഹരിച്ചു. രാക്ഷസ വിധിപ്രകാരമുള്ള വിവാഹം സ്വീകരിച്ചു. രുക്മിണിയെ സ്വീകരിച്ച പോലെ ഹരിച്ചെടുത്തു. അപ്പൊ ആ സമയത്ത് യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഭഗവാൻ മറ്റു രാജാക്കന്മാരെയൊക്കെ പരാജയപ്പെടുത്തിയപ്പോഴോ വിന്ദാനുവിന്ദന്മാർക്ക് സന്തോഷമായി. പിന്നെ അവരും സമ്മതിച്ച് ഇവളുടെ വിവാഹം ഗംഭീരമാക്കി. എന്നുവെച്ചാൽ തങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്ന ആള് മോശമല്ല, ആള് ശക്തനാണ്. അല്ലാതെ പശു മേയിച്ച് നടന്നവനും വെണ്ണ കട്ട് നടന്നവനും എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന, സ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചവനും ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ് കരുതിയിരുന്നത്. കൈക്കരുത്ത് കാണിച്ചപ്പോൾ വീര്യശുൽക്കം ആയിട്ട് തന്നെ കന്യകയെ കൊടുക്കാൻ സഹോദരന്മാർ തയ്യാറാവുന്നുണ്ട്. എന്തായാലും ആ കഥ ഇവിടെ 2 ശ്ലോകം കൊണ്ട് ചുരുക്കി പറഞ്ഞു. രാജാതിദേവ്യാഹ തനയാം മിത്രവിന്ദാം പിതൃശ്വസുഃ പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. മറ്റ് രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ധീരനായിട്ട് ഭഗവാൻ തനിക്ക് ചേരേണ്ടവളെ അപഹരിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ഇനി തുടർന്ന് നമുക്ക് മറ്റ് നഗ്നജിതി അഥവാ കൗസല്യ അഥവാ സത്യ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കോസല രാജാവിൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന കഥ, അതും ഒരു ഗംഭീര കഥയാണ്. നാളെ രാവിലെ കാണാം. നാളെ രാവിലെ തുടരാം. ഓം ശാന്തി. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ കാണാം. ഹരി ഓം.